രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ജന്മാദ്യസ്യ ഗതോന്വയാദിതരതശ്ചാർത്ഥേഷു അഭിജ്ഞസ്വരാൾ തേനേ ബ്രഹ്മഹൃദായാതികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോവാരിമൃതാം യഥാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ശ്രീമദ്ഭാഗവതസ്വരൂപിണി ശ്രീകൃഷ്ണായ നമഃ. ശ്രീഗുരുഭ്യോ നമഃ. സ്വാമിജി ഇവിടെ ഇരുന്ന വേദിയിൽ കയറിയിരിക്കുമ്പോൾ ചെറിയൊരു ഭയവും അതോടൊപ്പം ഒരു സംരക്ഷണവും അനുഭവപ്പെടുന്നുണ്ട്. പണ്ട് ഭോജരാജാവ് ഇരുന്ന സിംഹാസനത്തിൻ്റെ മേലെ ഉള്ള മൺതിട്ടലൊരു ആട്ടിടയൻ കയറി ഇരുന്ന് അവിടെ ഇരിക്കുമ്പോൾ നീതി നടപ്പാക്കാൻ സാധിച്ചു എന്ന് പറയുന്നൊരു കഥ കേട്ടിട്ടുണ്ട്. അതുപോലെ മഹാത്മാക്കൾ ഇരിക്കുന്ന വേദിയിൽ ഇരുന്നാൽ നമുക്കും എന്തെങ്കിലും ഒരു ചൈതന്യം കിട്ടും എന്നുള്ളൊരു ആത്മവിശ്വാസമാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും സ്വാമിജി കലിയുഗത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചും ആ കലിയുഗത്തിൻ്റെ അവസാനം കുറിച്ചുകൊണ്ട് ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കും എന്നുള്ള ഭവിഷ്യവാണി നമ്മുടെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ തന്നിട്ടുണ്ട്. അതിനെ വിശദമാക്കി ഇവിടെ അവതരിപ്പിച്ചു. അതുകൊണ്ട് അതിൻ്റെ തുടർച്ചയായിട്ടുള്ള ഒരു വിഷയമാണ് എനിക്കും തന്നിട്ടുള്ളത്. കലിയുഗത്തിന് ശേഷം ഗ്രഹനക്ഷത്രങ്ങളുടെ നിലയൊക്കെ പൂർവ്വസൂരികൾ പറഞ്ഞതുപോലെ വരുന്ന സമയത്ത് ഏകരാശവും സമേഷ്യന്തി തഥാ ഭവതി കൃതം. ഗ്രഹങ്ങളൊക്കെ ഏകരാശിയിൽ വരുന്ന ഒരു കാലം. വളരെ ശാസ്ത്രീയമായിട്ട് അത് ഭാസ്കരാചാര്യരും അതുപോലെയുള്ള നിരവധി ജ്യോതിർഗണിതാചാര്യന്മാരൊക്കെ തന്നെ നമ്മുടെ കൽപ്പാരംഭം തൊട്ട് അത് കണക്കാക്കിയിട്ടുണ്ട്. ഇതുപോലെ ഒരു ഏകരാശിയിൽ ഗ്രഹങ്ങളുള്ള സമയത്താണ് ഈ കൽപ്പം ആരംഭിച്ചത് എന്ന് പറഞ്ഞ് ആ കൽപ്പാതി തൊട്ടാണ് അവർ ഗ്രഹഗണിതം ചെയ്തിട്ട് ഇന്നേ വരെയുള്ള അല്ലെങ്കിൽ അവരുടെ കാലഘട്ടം വരെയുള്ള ഗ്രഹനിലയെ ഗണിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഭാഗവതം പറയുന്നതൊക്കെ തന്നെ വളരെ കൃത്യതയുള്ളതാണ്, ഗണിതശാസ്ത്രപരമായി കൃത്യതയുള്ളതാണ് എന്ന് നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ സാധിക്കും. ഏതായാലും കൽക്കി ഭഗവാന്റെ അവതാരത്തിന് ശേഷം നിരവധി ദുഷ്ടാത്മാക്കൾ രാജവംശങ്ങളൊക്കെ നശിച്ച് മണ്ണടിഞ്ഞു പോകുമെങ്കിലും വീണ്ടും സൂര്യസോമ വംശങ്ങൾ ഉണ്ടാകും എന്ന് ആ അധ്യായത്തിൻ്റെ അവസാനം പറയുന്നു. കാരണം മുമ്പ് ഒരു സോമവംശത്തിൻ്റെ ഒരു പ്രഗത്ഭനായ ധാർമ്മികനായ മഹാനായ ഒരു രാജാവ് രാജ്യഭാരത്തിൽ താല്പര്യമില്ലാതെ കാട് കയറി സന്യാസം സ്വീകരിച്ചു. അത് മറ്റാരുമല്ല, ശാന്തനു മഹാരാജാവിൻ്റെ ജ്യേഷ്ഠനായ ദേവാപി എന്ന് പറയുന്നൊരു രാജാവായിരുന്നു. അദ്ദേഹത്തിന് രാജ്യകാര്യത്തിൽ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ജ്യേഷ്ഠനിരിക്കെ അനുജൻ രാജാവായതുകൊണ്ട് നാട്ടിൽ മഴ പെയ്യാതെ ആവുകയും അപ്പോൾ ഋഷിമാരൊക്കെ ചേർന്ന് ദേവാപിയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വൈദികമായ പ്രമാണങ്ങളെ ഉദ്ധരിക്കുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ദേവാപി പറഞ്ഞു, വേദത്തിൻ്റെ പ്രാമാണികതയൊന്നും ശരിയല്ല, എനിക്കതിലൊന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോൾ വേദനിന്ദ ചെയ്തപ്പോൾ അദ്ദേഹത്തിന് രാജാവാകാൻ അയോഗ്യത വന്നു എന്നും അപ്പോൾ മഴ പെയ്തു എന്നും ഭാഗവതം നവമസ്കന്ധത്തിൽ പറയുന്നു. അങ്ങനെ സന്യാസം സ്വീകരിച്ച് കാട് കയറിയ ദേവാപി തപസ്സിലൂടെ ദീർഘായുസ് നേടി യോഗ അവസ്ഥയെ പ്രാപിച്ച് തിരിച്ചു വരും. അതുപോലെ ഇക്ഷ്വാകു വംശത്തിലുള്ള മരു എന്ന രാജാവും അതുപോലെ തിരിച്ചു വന്ന് ഈ സൂര്യസോമ വംശങ്ങൾ വീണ്ടും പുനഃസ്ഥാപിച്ച് കൃതയുഗത്തിൽ വീണ്ടും ധാർമ്മികമായ ഒരു ലോകമുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് നമുക്ക് ഭാഗവതം നൽകുന്നത്. അങ്ങനെ രാജവംശങ്ങൾ മാറി മാറി വരും. കൃതം ത്രേത ദ്വാപര കലി യുഗങ്ങളിലൂടെ ഈ ചരിത്രം മാറി വരുമ്പോൾ ധർമ്മത്തിൻ്റെ അപചയമുണ്ടാകും, അതുപോലെ അതിന് ഉത്കർഷവും വന്നു ചേരും.
ഈ ഉത്കർഷവും അതുപോലെ അപജയവും മാറി മാറി വരുന്ന ഒരു ചാക്രികമായ പ്രക്രിയയാണ് നമ്മുടെ ചരിത്ര സങ്കല്പം. അല്ലാതെ ചരിത്രം അവസാനിക്കുന്നു എന്ന് പറയുന്ന ഏർപ്പാട് ഭാരതത്തിനില്ലായിരുന്നു. എല്ലാം കഴിഞ്ഞ് ഒടുവിൽ ചരിത്രം അവസാനിക്കുന്നതോടുകൂടി സമത്വസുന്ദരമായ ഒരു ലോകമുണ്ടാകും, അതോടുകൂടി ചരിത്രം അവസാനിക്കും എന്ന് പറയാനുള്ള ഒരു മൗഢ്യം നമ്മുടെ ഋഷിമാർക്കുണ്ടായിട്ടില്ല. ധർമ്മവും അധർമ്മവും രണ്ടും മാറി മാറി വരും. ഈ പ്രപഞ്ചത്തിൽ സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം, ഈ 3 ഗുണങ്ങളും അവയുടെ അനുപാതം മാറി മാറി വരുന്നതിനനുസരിച്ച് സത്വഗുണവൃദ്ധി ഉണ്ടാകുമ്പോൾ ദേവന്മാരും, രജോ ഗുണവൃദ്ധി ഉണ്ടാകുമ്പോൾ അസുരന്മാരും, തമോ ഗുണവൃദ്ധി ഉണ്ടാകുമ്പോൾ രാക്ഷസന്മാരും ശക്തി പ്രാപിച്ച് വരും. അതിനനുസരിച്ചാണ് ഇവിടുത്തെ സാമൂഹ്യ ജീവിതം രൂപപ്പെടുക എന്ന കാര്യം സത്യസന്ധമായിട്ട് പറയുകയാണ് നമ്മുടെ പുരാണങ്ങളൊക്കെ തന്നെ. അത് യാതൊരു വെള്ളം ചേർക്കലും ഇല്ല. അങ്ങനെ നിരവധി രാജാക്കന്മാർ ഈ ലോകം ഭരിച്ച് രാജന്യതേ മയാ പ്രോക്ത നരദേവാസ്തഥാപരേ ഭൂമൗ മമത്വം കൃത്വാന്തേ ഹിത്വേ മാം നിധനം ഗതാഹ. ഈ രാജാക്കന്മാർക്ക് ക്രമേണ എന്താവും, നാട് ഭരിക്കുക, ലോകത്തെ നന്നാക്കിയെടുക്കുക, ജനങ്ങളെ, പ്രജകളെ ഭരിക്കുക, ധർമ്മം പുനഃസ്ഥാപിക്കുക എന്ന ലക്ഷ്യം വിട്ടുകൊണ്ട് ഭൂമിയോട് മമത്വം ഉണ്ടാവുക. ഈ ഭൂമി എൻ്റേതാണ് എന്ന് തോന്നുന്ന ഒരവസ്ഥയുണ്ടാവുക. അകത്ത് വരുമ്പോൾ ഭരണാധികാരികൾക്ക് തീർച്ചയായിട്ടും ധാർമ്മികമായിട്ട് അധപ്പതനം വരും. ഈ രാജ്യം എൻ്റേതാണ്. പണ്ടുകാലത്ത് പല രാജാക്കന്മാരും അങ്ങനെ ആയിരുന്നില്ല. ദശരഥനായാലും ശ്രീരാമനായാലും യുധിഷ്ഠിരനായാലും നളമഹാരാജാവായാലും അവരൊക്കെ തന്നെ രാജ്യസൂയം ചെയ്യുമ്പോഴും അശ്വമേധം ചെയ്യുമ്പോഴും ദിഗ്വിജയം ചെയ്യും. ലോകം മുഴുവനും യുദ്ധം ചെയ്ത് കീഴടക്കി അതിൽ ആധിപത്യം സ്ഥാപിച്ച ശേഷം യാഗം പൂർത്തിയാക്കി, അശ്വമേധം പൂർത്തിയാക്കി കഴിഞ്ഞാൽ താൻ പിടിച്ചെടുത്ത സാമ്രാജ്യത്തെ 4 വിഭജിച്ച് 4 ഋത്തുക്കുകൾക്കും ഓരോ ഭാഗം അവർക്ക് ദക്ഷിണയായിട്ട് താൻ പിടിച്ചെടുത്ത രാജ്യത്തെ അങ്ങ് കൊടുക്കും. ഈ ഋത്തുക്കളായ ബ്രാഹ്മണ ശ്രേഷ്ഠന്മാർക്ക് എന്തിനാണ് രാജ്യം? അവർ രാജ്യം ഭരിക്കാൻ അറിയില്ല, അവർക്കതിൽ താല്പര്യവും കാണില്ല. അവർ ജപം, സ്വാധ്യായം, തപസ്സും ഒക്കെ ആയിട്ട് കഴിയുന്ന ആളുകളാണ്. അപ്പോൾ അവർ ഈ രാജ്യത്തെ രാജാവിനെ തന്നെ സമർപ്പിച്ച്, രാജാവേ ഇതാ ഞങ്ങൾക്ക് വേണ്ടി അങ്ങ് ഈ നാട് ഭരിക്കണം എന്ന് പറഞ്ഞ് രാജാവിനെ തന്നെ, ചക്രവർത്തിയെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ് പുരാണങ്ങളിൽ എവിടെയും നമുക്ക് പലയിടങ്ങളിലായിട്ട് കാണാൻ സാധിക്കുക. വിപരീതമായിട്ടുള്ള അധാർമികത നിലനിന്ന നിരവധി കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ താൻ പിടിച്ചെടുത്ത ഭൂമിയോടും അല്ലെങ്കിൽ തനിക്ക് പിതൃപൈതാമഹ ദായാദമായിട്ട് ലഭിച്ചതായ ഭൂമിയോട് ഇതെൻ്റേതാണ് എന്ന് തോന്നുന്നതാണ് രാജാക്കന്മാർക്കുണ്ടാകുന്ന ഏറ്റവും വലിയ അധപ്പതനം. നമുക്കും ആ അധപ്പതനം തന്നെയാണ് വന്നു ചേർന്നിട്ടുള്ളത് എന്നാണ് ഭാഗവതം നമ്മളെ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ വരികളിലൂടെ. അങ്ങനെ ഭൂമിയോട് മമത്വം ഉണ്ടാവുകയും തുച്ഛമായ ഈ ജീവിതം കൃമിവിഡ് ഭസ്മസംജ്ഞാന്തേ രാജനാംനോപി യസ്യ ച, അത് രഘുഗണോപദേശത്തിൽ ഭരതചക്രവർത്തി ഭരതയോഗി നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു പല്ലക്കിൻ്റെ മുകളിൽ ഒരു ശരീരം ഇരിക്കുന്നു, ആ പല്ലക്ക് ചുമന്നുകൊണ്ട് ഒരു 3-4 ശരീരങ്ങൾ നടക്കുന്നു. ഞാൻ സൗവീര രാജാവാണ് എന്നുള്ള അഭിമാനത്തോടു കൂടി ഇരിക്കുന്നതുകൊണ്ട് അയാൾ രാജാവായിട്ടിരിക്കുന്നു. ഞങ്ങൾ ഭൃത്യരാണ് എന്നുള്ള അഭിമാനം ഉള്ളതുകൊണ്ട് അവർ ഭൃത്യരായിട്ട് അവർ ചിലപ്പോൾ ഒരു കൈലിയും ബനിയനും ഇട്ട് തലക്കെട്ടൊക്കെ ആയിട്ട് നടക്കുന്നു. രാജാവ് രാജകീയ വേഷം ധരിച്ച് രാജാവാണ് എന്ന അഭിമാനത്തോടു കൂടി ഇരിക്കുന്നു. പക്ഷേ ഈ 2 ശരീരങ്ങളിലും കാണുന്ന എന്താണ്? അതൊക്കെ കൃമിവിഡ് ഭസ്മ സംജ്ഞാന്തം, കൃമികളും മലമൂത്രാദികളും അടങ്ങിയതും അതുപോലെ ഒടുവിൽ ജീവിതാവസാനത്തിൽ അത് ഭസ്മമായി തീരുന്നതുമായ ക്ഷീണിച്ച് പോകുന്ന ശരീരങ്ങളാണ്, ദഹിച്ചു പോകുന്ന ദേഹങ്ങളാണ് എന്ന കാര്യം മറന്നിട്ട് ഇവർ ഈ മണ്ണിന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യുന്നവരായിട്ട് മാറുന്നു. ഇതാണ് ധാർമ്മികമായ അപചയങ്ങൾക്ക് കാരണമായി തീരുന്നത്. ഈ ധാർമ്മിക അപചയത്തെ രാജാക്കന്മാർക്കുണ്ടാകുന്ന ഈ ഒരു ശരീരാഭിമാനത്തെയും സ്വാർത്ഥതയെയും കാണിക്കാൻ വേണ്ടിയിട്ട് മനോഹരമായിട്ടുള്ള ഒരു ഭൂമിഗീതം ഇവിടെ ഒരുക്കുകയാണ്. ഈ കലിയുഗത്തെ വർണ്ണിച്ചതുപോലെ ഈ മണ്ണിനോട് മന്നന്മാർക്കുള്ളതായ ഈ അഭിനിവേശം അതിനെ കാണിച്ചു തരുന്നതിലൂടെ ഈ ഭൗതികമായ ജീവിതത്തിൻ്റെ തുച്ഛതയെ കാണിച്ചു തരികയാണ് ശ്രീ സുഖബ്രഹ്മർഷി.
അങ്ങനെ ദൃഷ്ടാത്മനി ജയേ വ്യഗ്രൻ നൃപൻ ഹസതി ഭൂരിയം. ഈ ഭൂമിയാകട്ടെ ഈ രാജാക്കന്മാരെക്കുറിച്ച് ഓർത്ത് ചിരിക്കുകയാണ് ചെയ്യുന്നത്. ഭൂമി ചിരിക്കുമോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷേ ഏതായാലും ഭൂമിക്ക് ചിരിക്കാൻ സാധിക്കുമെങ്കിൽ ഭൂമിയുടെ അഭിമാന ദേവതയായ ആ ദേവിക്ക് ചിരിക്കാൻ സാധിക്കും. ആ ഭൂമി ചിരിക്കുന്നു. എന്താണ്? അഹോമാ വിജഗീഷന്തി മൃത്യോ ക്രീഡനകാ നൃപാഹ. ഈ രാജാക്കന്മാരൊക്കെ തന്നെ മരണത്തിൻ്റെ കളിപ്പാട്ടങ്ങളാണ്. ഈ മരണത്തിൻ്റെ കളിപ്പാട്ടമാണ് എന്നുള്ള ഭാഗവതത്തിൻ്റെ ഈ ആശയത്തെയാണ് മരണം ഒരു കോമാളിയാണ് എന്നൊക്കെയുള്ള ആധുനികമായ വാക്യങ്ങളിലേക്ക് വന്നത്. രംഗബോധമില്ലാത്ത കോമാളി എന്നൊക്കെ പറയാറുണ്ട്. അതിനേക്കാൾ ഉപരിയാണ് ഈ ക്രീഡനകം, അതായത് കളിപ്പാട്ടം, കളിക്കോപ്പാണ്. കാരണം ഏത് സമയത്തും നമ്മൾ മരണത്തിന് കീഴടങ്ങേണ്ടി വരുന്നു. കളിക്കോപ്പിന് ജീവനില്ല, അത് ജഡവസ്തുവാണ്. കളിക്കുന്ന ആളിൻ്റെ കയ്യിലാണ് കളിക്കോപ്പിൻ്റെ അസ്തിത്വം എന്ന് പറയുന്നത്. കളിക്കുന്ന കുഞ്ഞുങ്ങൾ കളിപ്പാട്ടത്തെ ചിലപ്പോൾ വലിച്ചെറിയും, അതിനെ 2, 3, 4 അതിനെ പിച്ച് ചീന്തി കളയും, വീണ്ടും അതിനെ യോജിപ്പിക്കും, വീണ്ടും കൂടെ കിടത്തി ഉറക്കും, ഇങ്ങനെയൊക്കെ ചെയ്യും. അതുപോലെ ഈ മരണമെന്ന കളിക്കാരൻ്റെ രംഗബോധമില്ലാത്ത ആ നടൻ്റെ കയ്യിലുള്ള, അല്ലെങ്കിൽ ആ നാട്യധരൻ്റെ കയ്യിലുള്ള ഒരു കോലം മാത്രമാണ് നമ്മളൊക്കെ തന്നെ. അത് രാജാവായാലും ശരി, അത് ഭൃത്യന്മാരായാലും ശരി, ചണ്ടാരനായാലും ബ്രാഹ്മണനായാലും, മന്നവനാട്ടെ അങ്ങനൊരു പാട്ടുണ്ട്. മന്നവനാട്ടെ യാചകനാട്ടെ വന്നിതു നടുവിൽ വഞ്ചിത നടുവിൽ എന്നൊരു കവി പാടിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഈ മരണം എന്ന് പറയുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. ചുറ്റുപാടും മരണങ്ങൾ നടക്കുന്ന കണ്ടിട്ടും, ചുറ്റുപാടും ജനിച്ച ആളുകളൊക്കെ മരിക്കുന്ന കണ്ടിട്ടും ഞാൻ മരിക്കുമെന്ന തോന്നൽ മനുഷ്യർക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് ലോകാത്ഭുതം. ലോകത്തിലെ ഏറ്റവും വലിയ ആശ്ചര്യം അതാണ് എന്ന് മഹാഭാരതത്തിൽ യുധിഷ്ഠിര മഹാരാജാവ് യക്ഷപ്രശ്നത്തെ യക്ഷൻ്റെ ചോദ്യത്തിന് ഉത്തരമായിട്ട് പറയുന്നുണ്ട്. വാസ്തവത്തിൽ അതൊരു ഗംഭീരമായൊരു മറുപടിയാണ്. ആശ്ചര്യം അതുതന്നെയാണ്. മനുഷ്യൻ്റെ മനസ്സ് തന്നെയാണ് ഏറ്റവും വലിയ ആശ്ചര്യം. ചുറ്റുപാടുമുള്ള യാഥാർത്ഥ്യങ്ങളെ കാണാതെ ഭാഗവതം പറയുന്നു, പശ്യന്നപി ന പശ്യതി. കണ്ണുണ്ടെങ്കിലും കാണുന്നില്ല, കൺമുന്നിൽ നടക്കുന്ന കാര്യങ്ങളെ കാണുന്നില്ല, അതിനപ്പുറത്തുള്ള അപ്രധാനമായ കാര്യത്തെ കാണുന്നു, യഥാർത്ഥത്തിൽ ഇല്ലാത്ത വസ്തുവിനെ ഉണ്ടെന്ന് ധരിക്കുന്നു. ഇങ്ങനെയുള്ള അജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിൻ്റെ അന്ധകാരപ്പെട്ടുഴലുന്ന രാജാക്കന്മാർ എന്നിൽ കാമത്തോടു കൂടി ഭൂമികാമന്മാരായിട്ട് എന്തൊക്കെയോ അവരുടെ ജീവിതത്തെ ചെയ്തു കൂട്ടുന്നു. ഈ ജീവിതം എന്ന് പറയുന്നതാണ് ഏന ഫേനോപമേ പിണ്ട് ഏത് വിശ്രംഭിതാ നൃപാഹ. ഫേനോപമമാണ് ഇത്. നീറ്റിലെ പോളകൾ പോലെയാണ്, ജലത്തിലെ ഈ പത പോലെ തൽക്കാലം നിലനിൽക്കുന്ന ഈ ഒരു ജീവിതത്തിൽ അത്യാഗ്രഹത്തോട് കൂടിയിട്ട്, അല്ലെങ്കിൽ ഈ ജീവിതം നശ്വരമാണ്, ക്ഷണികമാണ് എന്നത് അറിയാതെ വിശ്രംഭിതന്മാരായി ഈ ശരീരം കൊണ്ട് ഞാൻ നേടും, ഞാൻ ഇനിയും നേടും, ഞാൻ ഇനിയും ലോകം പിടിക്കും, ഞാൻ ഇനിയും സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കും, എൻ്റെ കോശങ്ങൾ എൻ്റെ ഖജനാവ് ഇനിയും കവിഞ്ഞു നിറയും. എന്നുള്ള അഹംഭാവത്തോടുകൂടി വീണ്ടും വീണ്ടും അവർ ചെയ്തത് തന്നെ ചെയ്തുകൊണ്ടേയിരിക്കും. അവരുടെ ആ കർമ്മങ്ങൾ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. യുദ്ധം ചെയ്യുക, രാജ്യം സ്ഥാപിക്കുക, ജയപരാജയങ്ങളുണ്ടാവുക, ജയിക്കുമ്പോൾ അഹങ്കരിക്കുക, പരാജയപ്പെടുമ്പോൾ ദുഃഖിക്കുക. ഇത് രാജാക്കന്മാരുടെ സ്വഭാവമായിരിക്കും. സമുദ്രം വരെ നീണ്ടുകിടക്കുന്ന സാമ്രാജ്യത്തിൻ്റെ അധിപനായിട്ട് ഞാൻ മാറും, എനിക്കിനിയും മന്ത്രിമാരും സജീവന്മാരും ഒക്കെ ഉണ്ടാകും, ഞാൻ ഇനിയും ധാരാളം വിവാഹങ്ങൾ കഴിക്കും, എൻ്റെ വംശം വർദ്ധിക്കും, എൻ്റെ വംശത്തിലുള്ള ആളുകൾ തന്നെ രാജ്യം ഭരിക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷയോട് കൂടിയിട്ടും വിശ്വാസത്തോട് കൂടിയിട്ടും അഹന്തയോട് കൂടിയിട്ടും ജീവിച്ച ആളുകൾ ധാരാളമുണ്ട്. അങ്ങനെ ജീവിച്ച ആളുകളൊക്കെ മരിച്ചുപോയി എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം.
ശ്രീ മഹാഭാരതത്തിൽ രാജസൂയ യാഗം ചെയ്യാൻ വേണ്ടി ഒരുങ്ങുന്ന യുധിഷ്ഠിര മഹാരാജാവ് ഭഗവാന്റെ അടുത്ത് തൊഴുകയുമായി നിന്നോട് പറയാണ്, ഭഗവാനെ, ഈ രാജസൂയ യാഗം ചെയ്യാൻ എനിക്ക് സാധിക്കുമോ? അങ്ങയുടെ സഹായം അതിനുണ്ടാകുമോ എന്ന് ചോദിച്ചപ്പോൾ ഭഗവാൻ ഇതുപോലെ രാജാക്കന്മാരുടെ ഒരു പട്ടിക യുധിഷ്ഠിര മഹാരാജാവിൻ്റെ മുന്നിൽ നിരത്തുന്നുണ്ട്. അല്ലയോ മഹാരാജാവേ, പണ്ട് നൃഗം എന്ന് പറയുന്ന രാജാവ്, അതുപോലെ നിരവധി ആളുകളുണ്ട്. അത് മഹാന്മാരായിട്ടുള്ള മാന്ധാതാവ് എന്ന് പറയുന്ന മാന്ധാതാച മഹീപതി കൃതയുഗാലങ്കാര ഭൂതോഗത എന്നൊക്കെ പ്രസിദ്ധമായ ശ്ലോകമുണ്ട്. മാന്ധാതാവൊക്കെ സ്വർഗത്തിൽ ചെന്ന് ഇന്ദ്രന് വേണ്ടി യുദ്ധം ചെയ്ത ആളായിരുന്നു. ലോകം മുഴുവൻ അടക്കി ഭരിച്ച ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ അവരും മരിച്ചുപോയി എന്ന് കേൾക്കുന്നു എന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ വളരെ ആലങ്കാരികമായിട്ട് വ്യംഗ്യമായിട്ട് പറയുന്നു. അതുപോലെ പണ്ട് ദശരഥ മഹാരാജാവ് ഉണ്ടായിരുന്നു, രഘു ഉണ്ടായിരുന്നു, യയാതി ഉണ്ടായിരുന്നു, നഹുഷൻ ഉണ്ടായിരുന്നു. ഇവരുടെയൊക്കെ കാര്യം പറഞ്ഞ് ഓരോ ശ്ലോകം അവരെക്കുറിച്ച് പറഞ്ഞ് കൃഷ്ണൻ ഒടുവിൽ പറയുക, ആ ശ്ലോകത്തിന് അവസാനം പറയും, അവരും മരിച്ചു എന്ന് കേൾക്കുന്നു എന്ന് വളരെ മനോഹരമായിട്ട് ഭഗവാൻ ഈ ഒരു രാജാക്കന്മാർക്ക് വന്നു ചേരുന്ന പരാക്രമികളായ സാമ്രാജ്യാധിപതികളായ രാജാക്കന്മാർക്കും ഒടുവിൽ മരണത്തിന് മുന്നിൽ കീഴടങ്ങേണ്ടി വരുന്നു എന്ന യാഥാർത്ഥ്യത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ ഈ യുധിഷ്ഠിര മഹാരാജാവിനോട് പറയുന്നത്, അങ്ങ് രാജസൂയ യാഗം ചെയ്തോളൂ, യാഗം ചെയ്ത് ലോകത്തെ അങ്ങ് കീഴടക്കി ചക്രവർത്തിയായിട്ട് പാരമേഷ്ഠ്യ പദവിയിൽ എത്തിക്കഴിഞ്ഞാലും മരിക്കേണ്ടി വരും. അതിൽ ഒരു സംശയം, മരണത്തെ കീഴടക്കാം എന്ന് കരുതിയിട്ട് അങ്ങ് ഇത് ചെയ്യേണ്ടതില്ല. പക്ഷേ ഈ ലോകത്തിൽ, ഇഹലോകത്തിൽ, ഈ ജീവിതത്തിൽ യശസ്സുണ്ടാക്കാൻ വേണ്ടിയിട്ടും ലോകത്ത് ധർമ്മത്തെ പുനഃസ്ഥാപനം ചെയ്യാൻ വേണ്ടിയിട്ടും നിലനിർത്താൻ വേണ്ടിയിട്ടും അങ്ങ് യാഗം ചെയ്യുന്നത് നല്ലത് തന്നെയാണ്. അത് രാജാക്കന്മാർക്ക് പറഞ്ഞിട്ടുള്ള ധർമ്മമാണ്, ചെയ്യേണ്ടതുമാണ്. കാരണം കർമ്മം ചെയ്യാതിരുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ഗുണമുണ്ടാകുന്നില്ല. അകർമ്മണ്യത അത് അനുവദനീയമല്ല. കർമ്മം ചെയ്യുക, അത് നിഷ്കാമകർമ്മമായിട്ട് ചെയ്യുക എന്നുള്ളതാണ് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുള്ളത്. കർമ്മം ചെയ്യാനുള്ള ആഗ്രഹത്തോടു കൂടി ജീവിച്ചിട്ട് കർമ്മത്തെ ഉപേക്ഷിച്ചാലോ അത് മിഥ്യാചാരത്വം ആയി പോകും എന്നും ഭഗവാന് അഭിപ്രായമുണ്ട്. ഈ രീതിയിൽ കർമ്മത്തെ ശാസ്ത്രദൃഷ്ടിയോടുകൂടി കണ്ടിട്ട് ആ കർമ്മം ചെയ്യാൻ പറ്റുന്ന രാജാക്കന്മാർ, അതിന് തയ്യാറാകുന്ന രാജാക്കന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു എന്നാണ് ഇവിടെ ശ്രീശുകൻ ഈ ഭൂമിഗീതത്തിലൂടെ പറയുന്നത്. അങ്ങനെ മത്കൃതേ പിതൃപുത്രാണാം ഭ്രാതൃണാം ചാപി വിഗ്രഹ ജായതേ ഹ്യസതാം രാജ്യേ മമതാബദ്ധ ചേതസാം. ഭൂമിയെ കീഴടക്കാൻ വേണ്ടിയിട്ടും ഭൗമമായ സുഖത്തെ അനുഭവിക്കാൻ വേണ്ടിയിട്ടും അച്ഛനും മക്കളും തമ്മിൽ യുദ്ധം ചെയ്യുന്നു, സഹോദരന്മാർ തമ്മിൽ യുദ്ധം ചെയ്യുന്നു, അവർ കൊല്ലുകയും ചാവുകയും ചെയ്യുന്നു, എന്നിട്ട് ഭൂമിയെ അടക്കി ഭരിക്കുന്നു. രാജാക്കന്മാരെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ഭൂമി എന്ന് പറയുന്ന, അല്ലെ, ഒരു 10 സെൻറ്റ് സ്ഥലമാകാം, 10 ഏക്കർ സ്ഥലമാകാം, നമ്മുടേതായിട്ടുണ്ട് എന്ന് നമ്മൾ അഭിമാനിക്കുന്നു. എങ്ങനെയാണത് നമ്മുടേതായത് എന്ന് നമ്മൾ ഓർക്കാറില്ല. നമ്മൾ ഭൂമി ഉണ്ടാക്കാറൊന്നുമില്ല. ഭൂമി ആർക്കും ഉണ്ടാക്കാൻ സാധിക്കില്ല. ഭൂമി എത്രയോ 100,000 കോടി വർഷങ്ങളായിട്ട് ഇവിടെ ഉള്ള ഒരു വസ്തുവാണ്. ആ ഭൂമിയെ ആരോ ഇത് എൻ്റേതാണ് എന്ന് പറഞ്ഞ് വളച്ച് കെട്ടി, വേലി കെട്ടി, തിരിച്ച് ഇത് എൻ്റേതാണെന്ന് പറഞ്ഞു, എന്നിട്ട് ഒരു കടലാസിൽ എഴുതി വെച്ചു ഇതെൻ്റേതാണ്. അപ്പോൾ ഈ എൻ്റേതാണ് എന്ന് എഴുതി വച്ചിട്ട് അതിലൊരു സീലൊക്കെ വെച്ച് ഒപ്പൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ എൻ്റേതായി എന്ന് അവർ പറഞ്ഞു. അങ്ങനെ ഒരു നിയമം ഉണ്ടാക്കുകയും ചെയ്തു. തലമുറകളായിട്ട് ആ നിയമം ഇങ്ങനെ നമ്മൾ അനുസരിച്ച് വരുന്നത് കൊണ്ട് നമ്മുടെ അച്ഛനും മുത്തച്ഛനും മുതുമുത്തച്ഛന്മാരൊക്കെ തന്നെ ഇങ്ങനെ കടലാസിൽ എഴുതി വെച്ചിട്ട് ഈ ഭൂമി, ഇത്രയും സ്ഥലം എൻ്റേതാണ് എന്ന് എഴുതി വെച്ചിട്ടാണ് നമ്മൾ പറയുന്നത് അവർ ചത്തുപോയപ്പോൾ അവരുടെ ആ ഭൂമി എൻ്റേതായി എന്ന് നമ്മൾ പറയുന്നു. വാസ്തവത്തിൽ ഈ ഭൂമി ആരുടേതാണെന്ന് ആലോചിച്ച് നോക്കൂ. എന്തൊരു അബദ്ധധാരണയാണ്. അതാണ് ഈ ലോകത്തിൻ്റെ ഒരു ഭഗവാന്റെ മായ എന്ന് പറയുന്നത്. ആർക്കും അവകാശമില്ലാത്ത, അല്ലെങ്കിൽ എല്ലാവരുടേതുമായ ഈശാവാസ്യമിതം സർവം യത് കിഞ്ചിത് ജഗത്യാം ജഗത് എന്നുള്ള പരമസത്യം. ഈ ജഗത്ത് എന്ന് പറയുന്നത് ഈശാവാസ്യമാണ്, ഈശ്വരനെ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നതാണ്, ഈശ്വരങ്കൽ വസിക്കുന്ന വസ്തുവാണ്. ഈശ്വരനിൽ നിന്ന് അന്യമായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല എന്ന് പറഞ്ഞ ഋഷീശ്വരന്മാരുടെ ഈ നാട്ടിലും നമുക്ക് മമതാമയി അവർത്തന്ത, ഈ ഭൂമിയോട് മമതയുണ്ട്. ഭൂമിയെ കീഴടക്കി ഇത് എൻ്റെ ഭൂമിയാണ്, ഇത്രയും ഭാഗം എൻ്റേതാണ് എന്ന് അവകാശപ്പെട്ടുകൊണ്ട് അതിനുവേണ്ടി തർക്കിക്കുകയും അതിനുവേണ്ടി കോടതി കയറുകയും അതിനു വേണ്ടിയിട്ട് പരസ്പരം ആളുകൾ യുദ്ധം ചെയ്യുകയും കൊല്ലുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന അത് മറ്റൊരു അത്ഭുതമാണ്. യുധിഷ്ഠിര മഹാരാജ പറഞ്ഞ അത്ഭുതം പോലെ മറ്റൊരു
ലോകമഹാശ്ചര്യമാണ്. ഇങ്ങനെ ഈ ഭൂമിക്ക് വേണ്ടിയിട്ട് ആളുകൾ പരസ്പരം കൊല്ലുകയും ചാവുകയും ചെയ്യുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും അപ്പോൾ ഭൂമി, ഈ നിശ്ചലമായിട്ട് നിൽക്കുന്ന ഭൂമിക്ക് ചിരി വന്നാൽ, ഭൂമി ചിരിച്ചാൽ, ഹസതി ഭൂരിയം, ഭൂമി ചിരിക്കുന്നതുണ്ടെങ്കിൽ അത് അത്ഭുതമൊന്നുമില്ല, ചിരി വരും. എനിക്ക് വേണ്ടിയാണല്ലോ ഇവരിങ്ങനെ ചാവുന്നത് എന്നോർത്തിട്ട്. അങ്ങനെ ഭൂമിക്ക് വേണ്ടി ജീവിച്ച ആളുകൾ എന്നിട്ട് ഭൂമി ബാക്കിയാവുകയും ഭൂമി പാലന്മാർ മരിക്കുകയും ചെയ്ത അനുഭവങ്ങൾ എത്രയോ വർഷങ്ങളായിട്ട്, എത്രയോ യുഗങ്ങളായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു എന്ന് ഈ ഭൂമി ഓർക്കുകയാണ്. അമൈവേയം മഹീ കൃഷ്ണ നതേ മൂഢേതി വാദിന, ഇതെൻ്റേതാണ് നിൻ്റേതല്ല മൂഢ എന്ന് പറയും. ഈ വിളിക്കുന്ന ആളും മൂഢനാണ് എന്ന് ഓർക്കുന്നില്ല എന്നർത്ഥം. സ്പർദ്ധമാനോ മിഥോ ഘ്നന്തി മ്രിയന്തേ മത്കൃതേ നൃപാഹ, ഇങ്ങനെ ഭൂമിക്ക് വേണ്ടി ചാവുകയും കൊല്ലുകയും ചെയ്യുന്ന ആളുകളുടെ കൂട്ടത്തിൽ മനു മഹാരാജാവും ഉണ്ടായിരുന്നു എന്ന് പറയുന്നു. മനു ഉണ്ടായിരുന്നു, മനുപുത്രന്മാരുണ്ടായിരുന്നു. അവർ ഈ സപ്തദ്വീപവതിയായിരിക്കുന്ന ഭൂമിയെ ഭരിച്ചിട്ട് അവർ ഈ മണ്ണിൽ തന്നെ ലയിച്ച്, ഈ ഭൂമിയിൽ തന്നെ അവർ അടക്കം ചെയ്യപ്പെട്ടു. അല്ലെങ്കിൽ ഇവിടെ തന്നെ അവർ മണ്ണോട് മണ്ണായി ലയിച്ചു ചേർന്നു. അതിനുശേഷം പൃഥു, പുരൂരവസ്, ഗാധി, നഹുഷൻ, ഭരതൻ, അർജുനൻ, നിരവധി രാജാക്കന്മാരുടെ പേര് പറയും. ഏത് അർജുനാണ്? കാർത്തിവീര അർജുനനാണോ അല്ല പാണ്ഡവനായ അർജുനനാണോ? ഏത് അർജുനനായാലും ശരി, എല്ലാവർക്കും ഈ ഭൂമിയോട് മമതയുണ്ടായിരുന്നു. മാന്ധാതാവ്, സകരൻ, രാമൻ, രാമശബ്ദം കേട്ടപ്പോൾ വായിച്ചിട്ട് ശ്രീധരാചാര്യ സ്വാമികൾ പറഞ്ഞു, രാമോ നാമ കശ്ചിത് രാജ, നമ്മുടെ ശ്രീരാമനാണെന്ന് വിചാരിച്ച് പോകേണ്ട, ശ്രീരാമന് ഈ ഭൂമിയോട് മമത ഉണ്ടായിരുന്നു. വാസ്തവത്തിൽ ഭഗവാൻ ഭൂമി തൻ്റെ രാജ്യം തൻ്റെ അനുജനെ കൊടുത്തിട്ട് 14 വർഷം കാട്ടിൽ ചെന്ന് ജീവിച്ച ആളാണ്. അദ്ദേഹത്തിന് മമത ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അത് ഒരു കടന്ന കൈ ആകില്ലേ എന്ന് കരുതിയിട്ട് ശ്രീധരാചാര്യ സ്വാമികൾ ഭാഗവതം വ്യാഖ്യാനം ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, രാമഹ എന്നുള്ളത് അദ്ദേഹം ഒരു അർത്ഥം, ഒരു ടിപ്പണി അദ്ദേഹം കൊടുത്തു. രാമോ നാമ കശ്ചിത് രാജ, രാമനെന്ന് പറഞ്ഞ് ഏതോ രാജാവ് എന്ന് വിചാരിച്ചാൽ മതി, നമ്മുടെ ശ്രീരാമനാണെന്ന് നമ്മൾ കരുതരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അങ്ങനെ ഭഗീരഥനായാലും കുവലയാശ്വനും കകുലസ്ഥനും അതുപോലെ നളമഹാരാജാവ്, നൃഗൻ, ഹിരണ്യകശ്യപു, പിന്നെ കുറേ അസുരന്മാരുടെയും രാക്ഷസന്മാരുടെയും പേരൊക്കെ പറഞ്ഞു. നമുജി, ശമ്പരൻ മുതലായ അസുരന്മാർ, രാവണനും ഒക്കെ തന്നെ ജീവിച്ചത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? സർവ്വവിധ ശൂര, ഇവർക്ക് അറിവില്ലാത്തവരായിരുന്നില്ല, സർവ്വവിധ ആയിരുന്നു. രാവണന് പോലും വേദങ്ങളൊക്കെ അറിയാമായിരുന്നു, ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇവരാരും വിദ്യാഭ്യാസം കുറഞ്ഞ ആളുകളെല്ലാം, അറിവ് കുറഞ്ഞ ആളുകളെല്ലാം, ശൗര്യം കുറഞ്ഞവരുമല്ല. എന്നിട്ടും അവർ മമതാമയ്യ അവർത്തന്ത കൃത്വചൈർ മർത്യധർമ്മിണ, ആ മർത്യ ശബ്ദത്തിൻ്റെ ഒരു ഔചിത്യബോധം നമ്മൾ ശ്രദ്ധിക്കണം. ഇവരൊക്കെ ഭൂമിക്ക് വേണ്ടി ഭൂമിയോട് മമത കാണിച്ച് ജീവിച്ച മർത്യധർമ്മികളായിരുന്നു. മർത്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മരിക്കുന്ന ആളാണ്. മരണത്തെ ഒഴിവാക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് നമ്മളൊക്കെ മർത്യന്മാരായി തീർന്നത്. മർത്യധർമ്മത്തെ സ്വീകരിച്ചുകൊണ്ട് സമയമാകുമ്പോൾ ചാകാൻ വിധിക്കപ്പെട്ട ഈ ആളുകൾക്ക് ഇത്രയും ശാസ്ത്രജ്ഞാനമുണ്ടായിട്ടും അവർക്ക് ഈ ഭൂമിയിലുള്ള മമത ഒഴിവാക്കാൻ സാധിച്ചില്ല. എന്ത് സംഭവിച്ചു? കഥാവിശേഷാഹ കാലേന ചകൃതാർത്ഥാഹ കൃതാവിഭോ, അവർക്ക് ആർക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ കഴിഞ്ഞില്ല, അവരുദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ സാധിച്ചില്ല. അതിനു മുമ്പേ അവരെ കാലം എടുത്തു കൊണ്ടുപോയി. അവർ കാലയവനികയ്ക്കുള്ളിൽ മറഞ്ഞു. രാജാക്കന്മാരെ മരിക്കുമ്പോൾ ചത്തു എന്ന് പറയാൻ പാടില്ലല്ലോ, നാട് നീങ്ങി എന്നൊക്കെ പറയണം. ഏതായാലും നാട് നീങ്ങിയതായാലും സത്ത് പോയതായാലും ചത്ത് പോയതായാലും അവർക്കൊക്കെ സംഭവിച്ചത് നമുക്കൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ് സംഭവിച്ചത്. മരണം തന്നെയാണ് സംഭവിച്ചത്. പാഞ്ചഭൗതികമായ ശരീരം പഞ്ചഭൂതങ്ങളിലേക്ക് തന്നെയാണ് ചെയ്തത്. പക്ഷേ ചില ആളുകൾ കഥാവശേഷന്മാരായി, ചില ആളുകൾ കഥകളിൽ അവശേഷിച്ചു. നമ്മളൊക്കെ മരിച്ചു പോയാൽ നമ്മൾ കഥകളിൽ ഉണ്ടാകുമോയെന്നറിയില്ല, നമ്മളുണ്ടാവില്ല ഒരുപക്ഷെ, നമ്മൾ ഒന്നിനും കൊള്ളാത്തവരായതുകൊണ്ട്. പക്ഷേ ചില ആളുകളുടെ കഥകൾ പിന്നീട് വരുന്ന പാഠപുസ്തകങ്ങൾ കുട്ടികളൊക്കെ പഠിക്കുന്ന തരത്തിൽ ചില കഥകളൊക്കെ എഴുതി വെച്ചു. അതിൽ ചില പൊടിപ്പും തൊങ്ങലുകളും ചേർത്തിട്ടും ഉണ്ടാകും, കുറച്ചധികം ചേർത്തിട്ടും ചില കഥകളും അല്ലാത്തവയും ഉണ്ടായിരിക്കാം. ഏതായാലും അവർ കഥാവശേഷന്മാരായ ആ പുരുഷന്മാർ, ആ രാജാക്കന്മാരൊക്കെ തന്നെ ഇവിടെ ജീവിച്ചിരുന്നവരാണ് എന്നിവിടെ ഭൂമി സാക്ഷ്യം പറയുകയാണ്. അവരെന്നെ ഭരിച്ചു, എന്നെ ഭരിക്കാൻ വേണ്ടി അല്ലെങ്കിൽ എന്നെ കീഴടക്കാൻ വേണ്ടി, എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയിട്ട് ജീവിച്ച രാജാക്കന്മാരുടെ പട്ടികയാണ് ഭൂമി ഇവിടെ പറഞ്ഞത്. കാരണം അടുത്ത ശ്ലോകത്തിൽ വളരെ വിവാദം ഉള്ള ഒരു ശ്ലോകമാണ്.
ഭാഗവതത്തിൽ ഭാഗവതം പഠിക്കാത്ത ആളുകളും ഈ ശ്ലോകം പഠിച്ചിട്ട് വ്യാഖ്യാനിക്കാറുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഭാഗവതത്തിലുള്ള കഥകളൊക്കെ കെട്ടുകഥകളാണ്, സാങ്കല്പികമാണ്, ഇതൊന്നും സംഭവിച്ചതല്ല. അതൊക്കെ വെറുതെ ആളുകൾക്ക് രസിക്കാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ വലിയ വേദാന്ത തത്വങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടും ഈ കഥകളൊക്കെ ഇങ്ങനെ കെട്ടിച്ചമച്ച് ഉണ്ടാക്കിയെടുത്ത കൃത്രിമമായ കഥകളാണ് എന്ന് ബോധിപ്പിക്കാനുള്ള ഒരു വല്ലാത്തൊരു താല്പര്യം, ആവേശവും പല ആളുകൾക്ക്, ആധ്യാത്മിക രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകൾക്ക്, ഇപ്പം സപ്താഹാചാര്യന്മാർക്ക് പോലും അങ്ങനെ പറയാൻ വലിയ താല്പര്യമാണ്. കാരണം കേൾക്കുന്ന ആളുകൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഇത് വരും, ഇദ്ദേഹം ഒരു ആധുനികവാദിയാണ്, ഒരു പുരോഗമനവാദിയാണെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ നല്ലതാണെന്ന് തോന്നിയിട്ട് ഭാഗവതത്തിലുള്ള കഥകളൊക്കെ കെട്ടുകഥകളാണ്, ഇതൊന്നും സംഭവിച്ചതല്ല, അതിൽ നിന്ന് എടുക്കാം, വേദാന്തമൊക്കെ എടുക്കാം, കുറച്ച് ഉപദേശങ്ങളൊക്കെ എടുക്കാം, അതല്ലാതെ ബാക്കിയൊക്കെ തന്നെ സംഭവിക്കാത്ത കാൽപ്പനിക കഥകളാണ്, വ്യാസൻ്റെ മനസ്സിലുദിച്ച കപോലകൽപ്പിതങ്ങളായ കഥകളാണ് എന്നൊക്കെ പറയാനുള്ള താല്പര്യം വലിയ വലിയ പണ്ഡിതന്മാർക്കും കാണുന്നുണ്ട്. പല ആളുകളും അവരവരുടെ ചില ഗ്രന്ഥങ്ങളിൽ ചില വ്യാഖ്യാനങ്ങൾ ഇതുപോലെ എഴുതിയിട്ട് കാണുന്നുണ്ട്. ചില ആളുകൾ പ്രഭാഷണങ്ങളിലും ധാരാളമായിട്ട് അങ്ങനെ പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പം എന്തുകൊണ്ടോ അത് കേൾക്കുമ്പോൾ വല്ലാത്തൊരു അസ്വസ്ഥത തോന്നാൻ കാരണം ഈ ഭൂമിഗീതം എന്ന് പറയുന്ന ഭൂമി പറയുന്നതും അതിനെ ചുവട് പിടിച്ചുകൊണ്ട് പിന്നീട് ഈ ശ്രീശുകൻ പറയുന്നതുമായ ഈ വാക്യങ്ങളുടെ പൂർവാപര ബന്ധം അവർ ചിന്തിക്കുന്നത്, അത് തൊട്ട് മുമ്പ് പറഞ്ഞത് എന്താണ്, അതിന് ശേഷം പറഞ്ഞത് എന്താണ്, ആ ശ്ലോകത്തിൻ്റെ തന്നെ അർത്ഥം എന്താണ് എന്ന് കൃത്യമായിട്ട് അവർ വായിച്ചു നോക്കുന്നില്ല എന്നുള്ളത്, പണ്ഡിതന്മാരായിട്ട് ആളുകളും അത് നോക്കുന്നില്ല എന്നുള്ളത് അത്ഭുതകരമായിട്ട് തോന്നുന്നു. അത് വേദനിപ്പിക്കുന്നൊരു സത്യവുമാണ്, അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇവിടെ പറഞ്ഞിരിക്കുന്നത് കഥാ ഇമാസ്തേ കഥിത മഹീയസാം വിതായ ലോകേഷു യശപ്പരേയുഷാം. തൊട്ട് മുമ്പുള്ള അധ്യായത്തിലും ശ്രീശുകൻ ഈ കാര്യം പറഞ്ഞു. എന്ത്, ഈ രാജാക്കന്മാർ കൃതയുഗം തൊട്ട് ജീവിച്ചു വന്നതും ഭരിച്ചു വന്നതുമായ രാജാക്കന്മാരൊക്കെ തന്നെ പരസ്പരം വെട്ടിയും കുത്തിയും കൊന്നിട്ട് അവർക്ക് ഈ ആഗ്രഹങ്ങളൊന്നും സഫലമായില്ല, അവരുടെ യശസ്സും ഒക്കെ കഥകളും മാത്രമേ ഇവിടെ അവശേഷിച്ചു, അവർ മരിച്ചു പോയി എന്ന് പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് അവരുടെ കഥകൾ സാങ്കല്പിക കഥകളായിട്ട് മാറുക? ശ്രീമദ് ഭാഗവതത്തിലുള്ള കഥകൾ അല്ലെ പൗരാണികമായ കഥകളൊക്കെ തന്നെ സാങ്കല്പികമാണ് എന്ന് നിങ്ങൾക്ക് സ്ഥാപിക്കണമെങ്കിൽ ഒരുപാട് വഴികളുണ്ട്. കാരണം നമ്മൾ ഒരു കേവലം നമുക്ക് ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് കാണുന്നതും കേൾക്കുന്നതും മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ, ഇതൊന്നും ഞങ്ങൾ വിശ്വസിക്കുകയില്ല എന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ കെട്ടുകഥകളാണെന്ന് പറയാം. അതിന് ഭാഗവതത്തിൽ തന്നെ ശ്ലോകങ്ങളെടുത്ത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ടതില്ല. ഭാഗവത കഥകൾ കെട്ടുകഥകളാണെന്ന് പറയാൻ ഭാഗവതത്തിൽ തന്നെ ശ്ലോകങ്ങൾ എടുക്കുന്നത് അത് ശരിയല്ല, അത് ഭാഗവതത്തോട് കാണിക്കുന്ന നീതികേട് കൂടിയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇമാഹ കഥാഹ, ഈ കഥകൾ എന്ന് പറഞ്ഞു. ആരുടെ കഥകൾ? ലോകേഷു യശഃ വിതായ പരേയുഷാം മഹീയസാം കഥാഹ. ഈ ലോകത്തിൽ സ്വന്തം യശസ്സ് പരത്തിയിട്ട് സ്വന്തം കീർത്തിയെ വർദ്ധിപ്പിച്ച ശേഷം മരിച്ചുപോയ മഹാത്മാക്കളായ ആളുകളുടെ ഈ കഥകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് കെട്ടുകഥകളാണെങ്കിൽ, സാങ്കല്പിക കഥകളാണെങ്കിൽ, സാങ്കല്പിക കഥകളിലുള്ള ആളുകൾ മരിച്ചു പോകുമോ? ഏട്ടിലെ പശു പുല്ല് തിന്നില്ലല്ലോ. അവർ ജനിച്ചതൊക്കെ സാങ്കല്പികമാണെങ്കിൽ മരിച്ചത് യാഥാർത്ഥ്യമാകുമോ? അങ്ങനെ മരിച്ചുപോയ രാജാക്കന്മാരുടെ കഥകൾ എന്ന് പറയുന്നു. അപ്പോൾ ഇവർ ജീവിക്കാതെ മരിക്കാൻ സാധിക്കില്ല, ജനിക്കാതെ മരിക്കാൻ സാധിക്കില്ല. അവർ യശസ്സ് ലോകമാകെ അവരുടെ യശസ്സ് പരത്തി എന്നും പറയുന്നു. അപ്പോൾ ഈ പറഞ്ഞ രാജാക്കന്മാർ, ഇവിടെ പൃഥു പുരൂരവ എന്ന് തൊട്ട് പറഞ്ഞതായ നിരവധി രാജാക്കന്മാരൊക്കെ തന്നെ ഒരു കാലത്ത് ജീവിച്ചിരുന്നവരായിരുന്നു. അവരുടെ യശസ്സ് മാത്രമേ ഇപ്പോൾ ബാക്കിയുള്ളൂ. അവർ യശസ്സ് ലോകമെമ്പാടും വ്യാപിപ്പിച്ചിട്ട് അവർ മരിച്ചുപോയി. അവരുടെ കഥ ഇവിടെ ആലങ്കാരികമായിട്ട് പറഞ്ഞത് വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ, അത് കേൾക്കുന്നവർക്ക് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. എങ്ങനെയാണ് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാവുക? അത് തന്നെയാണ്, അവർ യുദ്ധം ചെയ്തിട്ടും ലോകത്തിന് വേണ്ടിയിട്ടും ലൗകിക സുഖത്തിന് വേണ്ടി ജീവിച്ച് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും അവരൊന്നും നിലനിന്നില്ല. അവരൊക്കെ തന്നെ മണ്ണോട് മണ്ണായി ലയിച്ചു ചേർന്നിരിക്കുന്നു. അവർക്ക് മരണം സംഭവിച്ചിരിക്കുന്നു. ചില ആളുകൾ നേരത്തെ മരിച്ചു, ചെറിയ പ്രായത്തിൽ മരിച്ച ആളുകളുണ്ട്, വയസ്സായിട്ട് മരിച്ചവരുണ്ട്, യുദ്ധത്തിൽ മരിച്ചവരുമുണ്ട്, രോഗം പിടിപെട്ട് മരിച്ചവരുണ്ട്, എല്ലാം ത്യജിച്ചുകൊണ്ട് കാട്ടിൽ ചെന്ന് തപസ് ചെയ്ത് സിദ്ധിയെ പ്രാപിച്ചവരുണ്ട്. ഇങ്ങനെ പലതരത്തിൽ മരിച്ചവരുണ്ട്. ഏതായാലും അവരൊന്നും ഇന്ന് ബാക്കിയില്ല എന്ന് നമ്മൾ ഓർക്കണം. പൗരുഷം കൊണ്ട്, പരാക്രമം കൊണ്ട് ഈ ലോകത്തിൽ ദീർഘായുസ് ആകാൻ സാധിക്കുകയില്ല എന്ന കാര്യമാണ് ഈ കഥകളിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ആ വിവക്ഷയാണ് ഈ കഥകൾക്ക് കൊടുക്കേണ്ടത്.
എന്നതു പാരമാർത്ഥ്യം. ഈ 2-3 പദങ്ങൾ വെച്ചിട്ടാണ് ഈ കഥകളൊക്കെ സാങ്കല്പികമാണ് എന്ന് പല ആളുകളും വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. എന്താണ്? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയ, പിന്നെ നതു പാരമാർത്ഥ്യം. ഈ 2-3 പദങ്ങൾ വെച്ചുകൊണ്ട് ഒരു ശ്ലോകത്തെ മുഴുവൻ വ്യാഖ്യാനിക്കാൻ സാധിക്കുമോ? ആദ്യത്തെ ആ ശ്ലോകത്തിൻ്റെ ആദ്യ പാദത്തിൽ ഇവരൊക്കെ ജീവിച്ചിരുന്ന് മരിച്ചു പോയതാണെന്ന് പറഞ്ഞാൽ പിന്നെ നതു പാരമാർത്ഥ്യം എന്ന വാക്കിന് എങ്ങനെയാണ് അവരുടെ കഥകളൊന്നും പരമാർത്ഥമല്ല എന്ന് വരിക? എന്താണ് പരമാർത്ഥം എന്ന വാക്കിൻ്റെ അർത്ഥം? പാരമാർത്ഥ്യം എന്താണ് എന്നുകൂടെ നമ്മൾ പരിശോധിക്കണം. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ പരമാർത്ഥം എന്ന് വെച്ചാൽ എന്താണ്? സാധാരണ നേര് എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് മുഴുവൻ പരമാർത്ഥമാണ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൻ്റെ ഒരു വാച്യാർത്ഥം എടുത്തു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ ഒരു നേര് പറഞ്ഞു എന്നേ നമ്മൾ ഉദ്ദേശിക്കാറുള്ളൂ. പക്ഷേ സംസ്കൃത ഭാഷയിൽ പരമാർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ പരമമായ അർത്ഥം. അർത്ഥം എന്തൊക്കെയാണ്? ധർമാർത്ഥ കാമമോക്ഷങ്ങൾ, ചതുർവിധ പുരുഷാർത്ഥങ്ങളുണ്ട്. അതിൽ പരമാർത്ഥം ഏതാണ്? പരമമായ അർത്ഥം മോക്ഷമാണ്. ബാക്കി 3 ഈ മോക്ഷത്തെ ബലപ്പെടുത്തുന്നതായ മോക്ഷത്തിലേക്കുള്ള മാർഗമായിട്ട് സ്വീകരിച്ചിരിക്കുന്നതാണ് ധർമ്മം, അർത്ഥം, കാമം. ഈ 3 ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ അർത്ഥകാമങ്ങൾ നമ്മൾ സ്വീകരിക്കുകയും അതൊക്കെ തന്നെ ത്യജിക്കുകയും ചെയ്തിട്ട് ആണ് മോക്ഷത്തിലേക്ക് പ്രവേശിക്കേണ്ടത്. അങ്ങനെ 4 കാര്യങ്ങൾ ജീവിതത്തിൻ്റെ പരമപ്രയോജനങ്ങളായിട്ട് 4 കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതിൽ പരമമായ അർത്ഥം മോക്ഷമാണ്. പരമമായ അർത്ഥം അപ്പോൾ പാരമാർത്ഥ്യം എന്ന് പറയുമ്പോൾ മോക്ഷസംബന്ധി, പരമാർത്ഥ സംബന്ധി, മോക്ഷത്തിലേക്ക് നമ്മളെ നയിക്കുന്നത്. അപ്പോൾ ഈ കഥകൾ നമ്മളെ മോക്ഷത്തിലേക്ക് നയിക്കുന്നവയല്ല, മോക്ഷസംബന്ധികളല്ല. അതുകൊണ്ട് ആ കഥകൾക്ക് നമ്മൾ കൊടുക്കേണ്ടതായ ഒരു പ്രാധാന്യം കൊടുക്കുക എന്നല്ലാതെ അതിൽ കവിഞ്ഞ ഒരു പ്രാധാന്യം. മാന്ധാതാവിൻ്റെ കഥ കേട്ടതുകൊണ്ട് മോക്ഷം വരില്ല, നൃഗചക്രവർത്തിയുടെ കഥ കേട്ടതുകൊണ്ട് നമുക്ക് മോക്ഷം ഉണ്ടാവില്ല, പൃഥ്വിരാജാവിൻ്റെ കഥ കേട്ടതുകൊണ്ട് മോക്ഷം ഉണ്ടാവില്ല. അതുകൊണ്ട് അവയൊന്നും നമ്മൾ നിർബന്ധമായിട്ടും ശ്രവണം ചെയ്തു കൊള്ളണം എന്നില്ല. അതൊന്നും കേട്ടതുകൊണ്ട് വിജ്ഞാനവും വൈരാഗ്യവും ഉണ്ടാകേണ്ടതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അറിയിക്കാൻ അത് ഉദ്ദേശിച്ചുകൊണ്ട് ഇവിടെ വിവരിച്ചു എന്നല്ലാതെ അതിൽ കവിഞ്ഞൊരു പ്രാധാന്യം ഈ രാജാക്കന്മാരുടെ ചരിത്രത്തിന് നമ്മൾ കൊടുക്കാൻ പാടില്ല. മറിച്ച് എന്തിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. അതാണ് പൂർവാപര ബന്ധം പരിശോധിക്കണമെന്ന് ഞാൻ പറഞ്ഞത്. യത് ഉത്തമശ്ലോക ഗുണാനുവാദ സംഗീയതേ ഭീക്ഷണം അമംഗളഘ്ന. ഉത്തമശ്ലോക ഗുണാനുവാദ, ഉത്തമശ്ലോകനായ ഭഗവാൻ, ശ്രീകൃഷ്ണ ഭഗവാന് മാത്രമുള്ളൊരു പേരാണ് ഉത്തമശ്ലോകൻ എന്നുള്ള ഒരു വിശേഷണം. മറ്റ് പുണ്യശ്ലോകന്മാരുണ്ട്. പുണ്യശ്ലോകോ നളോ രാജ, പുണ്യശ്ലോകോ യുധിഷ്ഠിര, പുണ്യശ്ലോകോ വിദേഹശ്ച, പുണ്യശ്ലോകോ ജനാർദ്ദന. 4 പുണ്യശ്ലോകന്മാരുടെ പേരുകൾ വളരെ പ്രസിദ്ധമാണ്, പുരാണ പ്രസിദ്ധമാണ്. നളമഹാരാജാവോ യുധിഷ്ഠിരൻ, വിദേഹരാജാവായിട്ടുള്ള ജനകൻ, പിന്നെ ശ്രീകൃഷ്ണ ഭഗവാനും. ഈ 4 പുണ്യശ്ലോകന്മാരിലും വെച്ചും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു പ്രാധാന്യം അദ്ദേഹം ഉത്തമശ്ലോകനാണ് എന്നുള്ളതാണ്. കീർത്തിക്കപ്പെടേണ്ടവരിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠനായിട്ടുള്ള ആളാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. അതുകൊണ്ട് ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകൾ, ആ ശ്രീകൃഷ്ണ ഭഗവാനെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളെക്കുറിച്ചുള്ള വിവരണങ്ങൾ, ഭഗവാന്റെ രൂപസൗന്ദര്യമായാലും ഭഗവാന്റെ പരാക്രമമായാലും ഭഗവാന്റെ ശീലമായാലും ഭഗവാന്റെ ധർമ്മബോധമായാലും ഭഗവാന്റെ ജഗദ്ഗുരുത്വമായാലും ജ്ഞാനമായാലും ഐശ്വര്യമായാലും വൈരാഗ്യമായാലും ഭഗം എന്ന് പറയുന്ന ഭഗവാൻ എന്ന പദത്തിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ ഭഗവാനുള്ള എല്ലാ ഗുണങ്ങളെയും അതൊക്കെ തന്നെ നിരന്തരമായി ശ്രവണം ചെയ്യുന്നതിലൂടെ, മനനം ചെയ്യുന്നതിലൂടെ, അതൊക്കെ എങ്ങനെയുള്ളതാണ്? സംഗീതയെ അഭീക്ഷണം, നിരന്തരമായിട്ട് നമ്മൾ അത് പാടിക്കൊണ്ടേയിരിക്കുന്നതിലൂടെ അമംഗളഘ്ന, നമ്മുടെ അമംഗളങ്ങളില്ലാതെയാകും. ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ടും ഭഗവാന്റെ കഥാശ്രവണം കൊണ്ടും കഥാസങ്കീർത്തനം കൊണ്ടും നമുക്കുണ്ടാകുന്ന ഒരു പ്രയോജനം, അത് നമ്മുടെ എല്ലാ അമംഗളങ്ങളെയും അശുഭങ്ങളെയും ഇല്ലാതാക്കിയിട്ട് ചിത്തശുദ്ധിയെ ഉണ്ടാക്കും എന്നുള്ളതാണ്. മറ്റു രാജാക്കന്മാരുടെ കഥ അങ്ങനെയല്ല. അതുകൊണ്ട് തമേവ നിത്യം ശൃണുയാത് അഭീക്ഷണം, തമേവ നിത്യം ശൃണുയാത്, അത് തന്നെ എന്നും കേൾക്കണമെന്നാണ്. മുമ്പ് പറഞ്ഞ ഈ രാജാക്കന്മാരുടെ യശസ് ലോകമെമ്പാടും വ്യാപിപ്പിച്ചിട്ട് മരിച്ചു പോയ, ഭൂമിക്ക് വേണ്ടിയിട്ട് കയ്യാങ്കളി നടത്തിയിട്ട് ചത്തുപോയ ആളുകളുടെ കഥകൾ വിജ്ഞാന വൈരാഗ്യങ്ങൾ ഉണ്ടാക്കാനുള്ളതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അവ എന്നും കേട്ടുകൊണ്ടേയിരിക്കേണ്ടതല്ല. മറിച്ച് ഉത്തമശ്ലോകനായ ഭഗവാന്റെ ഗുണാനുകഥനങ്ങൾ, ഗുണാനുവാദങ്ങൾ അമംഗളഘ്നങ്ങളായതുകൊണ്ട്, അശുഭ നിവാരണം ചെയ്യുന്നവയായതുകൊണ്ട് തദേവ ശൃണിയാൽ അഭീക്ഷണം തമേവ നിത്യം
ശൃണുയാത് അഭീക്ഷ്ണം. എന്നും എപ്പോഴും നിരന്തരമായിട്ട് ഭഗവാന്റെ ആ കഥകൾ, മഹത്തായ കഥകളെ ശ്രവണം ചെയ്തുകൊണ്ടേയിരിക്കുക. എന്താണ് പ്രയോജനം? കൃഷ്ണ ഏമലാം ഭക്തിം അഭീപ്സമാന. അതിലൂടെ ശ്രീകൃഷ്ണ ഭക്തി ഉണ്ടാകും. ഭക്തി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ, ഭക്തിയിലൂടെ പരമമായ ആ മോക്ഷപദത്തെ ആഗ്രഹിക്കുന്നവർ, ഭക്തിയിലൂടെ മുക്തിയിലെത്താൻ ആഗ്രഹിക്കുന്നവർ, അല്ല മുക്തി വേണ്ട, മുക്തിയേക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തി, മുക്തിയേക്കാൾ ശ്രേഷ്ഠമാണ് ഭക്തി എന്ന് ചിന്തിക്കുന്ന പരമഭക്തന്മാരുണ്ട് എന്നും ഭാഗവതം പറയുന്നുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ ഈ ഗുണകഥകളെ നിരന്തരമായിട്ട് ശ്രവണം ചെയ്യുക തന്നെയാണ് വേണ്ടത് എന്നാണ് ഈ 2 ശ്ലോകങ്ങളിലൂടെ ശ്രീശുക ബ്രഹ്മർഷി പറയുന്നത്. അതെവിടെയും ഈ രാജാക്കന്മാരുടെ കഥകൾ സാങ്കല്പികമാണ് എന്ന് പറയുന്നില്ല. രാജാക്കന്മാരുടെ കഥകൾ സാങ്കല്പികമായാൽ വേറൊരു ദോഷമുണ്ട്. ഈ കഥ കേൾക്കുന്ന പരീക്ഷിത്തും സാങ്കല്പികമായി പോകും. അല്ലേ, പരീക്ഷിത് മഹാരാജാവേ, അങ്ങയുടെ അച്ഛനായ അഭിമന്യുവിൻ്റെ കഥയും അഭിമന്യുവിൻ്റെ അച്ഛനായ അർജുനൻ്റെ കഥയും അർജുനൻ്റെ അച്ഛനായ പാണ്ഡുവിൻ്റെ കഥയും പാണ്ഡുവിൻ്റെ അച്ഛനായ വേദവ്യാസൻ്റെ കഥയും വേദവ്യാസൻ്റെ അച്ഛനായ പരാശരൻ്റെയും ശക്തിയുടെയും വസിഷ്ഠൻ്റെയും എല്ലാ കഥയും പിന്നെ കെട്ടുകഥയാണെന്ന് പറഞ്ഞിട്ട് ഞാനും നീയും ഇല്ല എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു മൗഢ്യം ശ്രീശുകൻ ചെയ്യുമോ? നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ. എന്തുകൊണ്ടാണ് നമ്മുടെ പണ്ഡിതന്മാർ ഇങ്ങനെ ഈ ഭാഗവതത്തിലെ ചില ശ്ലോകങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വ്യാഖ്യാനിച്ചിട്ട് അല്ലാത്ത അഭ്യാസം നടത്തിയിട്ട് വ്യാഖ്യാനിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല. എത്ര ആലോചിച്ചിട്ടും പിടികിട്ടുന്നില്ല. ശ്രോതാവായിരിക്കുന്ന പരീക്ഷിത് രാജാവിൻ്റെ കഥയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങയുടെ അല്ലേ ഭവതാം പിതാമഹി എന്നൊക്കെ പറയുന്നുണ്ട് സുഭദ്രാഹരണ കഥാ സന്ദർഭത്തിൽ. വസിഷ്ഠൻ്റെ കഥ, വസിഷ്ഠൻ തൻ്റെ സ്വാർത്ഥലാഭത്തിന് വേണ്ടിയിട്ട് ദക്ഷിണ കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് നിമിയുടെ യാഗം ചെയ്യാതെ ഇന്ദ്രൻ്റെ യാഗം ചെയ്യാൻ വേണ്ടി പോയിട്ട് വന്നു എന്ന് പറയുമ്പോൾ അവിടെ ശ്രീശുകൻ പറയാണ്, അസ്മാകം പ്രപിതാമഹ, എൻ്റെ മുതുമുത്തച്ഛനാണ് ഇങ്ങനെ അത്യാഗ്രഹം കൊണ്ട് ഇന്ദ്രൻ്റെ യാഗം ചെയ്യാൻ പോയതെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ശ്രീശുകൻ അറിയാം, ഈ ഇങ്ങനെ ഒരു അത്യാഗ്രഹം കാണിച്ച വസിഷ്ഠൻ്റെ മകൻ്റെ മകനാണ് ഞാൻ എന്നൊക്കെ. ഈ കഥാകഥനത്തെ ഇടയിൽ ഒരുപാട് പല സ്ഥലങ്ങളിലായിട്ട് ഈ വക്താവായ ശ്രീശുകനും ശ്രോതാവായ പരീക്ഷിത് രാജാവും ഈ പറഞ്ഞ വ്യാസൻ്റെയും ഈ പറഞ്ഞ രാജാക്കന്മാരുടെയും ഈ ഋഷിമാരുടെ പരമ്പരയിൽപ്പെട്ടവരാണ് എന്ന കാര്യം ആവർത്തിച്ച് പറയുമ്പോൾ അവരൊക്കെ സാങ്കല്പികവും നമ്മൾ മാത്രം യാഥാർത്ഥ്യവുമായി തീരുക എന്ന് പറയുന്നത് ഒരു യുക്തിക്ക് നിരക്കുന്നതല്ല. അതുകൊണ്ട് ഏത് തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും എങ്ങനെ വ്യാഖ്യാനിച്ചാലും എന്തൊക്കെ അഭ്യാസം ചെയ്താലും ഈ ശ്ലോകങ്ങൾക്ക് അങ്ങനെ ഒരു അർത്ഥം കിട്ടാൻ യാതൊരു വഴിയുമില്ല. അങ്ങനെ ഒരു മഹാജ്ഞാനികളായിട്ടുള്ള ശ്രീധരാചാര്യ സ്വാമികളോ വംശീധര സ്വാമികളോ അല്ലെങ്കിൽ മറ്റനേകം ഗൂഢാർത്ഥ സന്ദീപിനി മുതലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, അല്ലെങ്കിൽ ചൂർണിക തുടങ്ങിയ വ്യാഖ്യാനങ്ങൾ, ബാലപ്രബോധിനി മുതലായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ, ഈ വ്യാഖ്യാനങ്ങളിലൊന്നും ഏറെക്കുറെ ഇതൊക്കെ പരിശോധിച്ച ഒരാൾ എന്ന രീതിയിൽ അവിടെ ഒന്നും ഈ കഥകൾ വ്യാജമാണ് എന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ ഇവിടെ നിന്നാണ് നമ്മുടെ ഈ അധുനാതനന്മാരായിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇങ്ങനൊരു വ്യാഖ്യാനം കിട്ടിയത് എന്ന് മനസ്സിലാകുന്നില്ല. ഏതായാലും അത് സതുദ്ദേശപരമായിട്ട് തോന്നുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ അത്തരം കാര്യങ്ങളൊന്ന് കുറച്ച് പ്രാധാന്യം കൊടുത്ത് തുറന്ന് കാണിക്കണം എന്ന് ഞാൻ വിചാരിച്ചത്. ഇങ്ങനെ ഈ രാജാക്കന്മാരുടെ ഈ ഭൂമിയോടുള്ള അമിതമായ അഭിനിവേശത്തെക്കുറിച്ച് അവതരിപ്പിക്കുകയും ശ്രീകൃഷ്ണ കഥകളാണ്, ഉത്തമ ശ്ലോകനായ ഭഗവാന്റെ കഥകളാണ് പ്രധാനമെന്ന് ഇവിടെ പ്രഖ്യാപിച്ചപ്പോൾ പരീക്ഷിത് മഹാരാജാവ് ചോദിച്ചു, ശ്രീശുക ബ്രഹ്മർഷേ, അങ്ങ് ഈ യുഗങ്ങളുടെ 4 യുഗങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. ഈ 4 യുഗങ്ങളിൽ എങ്ങനെയാണ് ഈ കലിയുഗത്തിൻ്റെ ദോഷങ്ങളെ നമ്മൾ മറികടക്കേണ്ടത്? എങ്ങനെയാണ് ഈ കലിയുഗത്തിൻ്റേതായ പല ദോഷങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആ ദോഷങ്ങളെ കലിയുഗത്തിൽ മനുഷ്യർ എങ്ങനെയൊക്കെ പെരുമാറും എന്ന് നേരത്തെ സ്വാമിജി ഇവിടെ അവതരിപ്പിച്ചു. നമ്മളൊക്കെ ഒന്നുകിൽ അതിൻ്റെ ഇരകളായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ പ്രയോക്താക്കളായിട്ടോ ഒക്കെ ജീവിക്കുന്ന ആളുകളുമാണ്. എങ്ങനെയാണ് ആ ദോഷങ്ങളെ നമ്മൾ അതിജീവിക്കുക? അതിൻ്റെ മാർഗം എന്താണ്? യുഗങ്ങളുടെ സ്വഭാവം എന്താണ്? യുഗധർമ്മം എന്താണ്? എന്നൊക്കെ പരീക്ഷിത് രാജാവ് ചോദിച്ചപ്പോൾ ശ്രീശുകൻ ആ 4 യുഗങ്ങളെയും ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ചുരുക്കത്തിൽ നേരത്തെ പറഞ്ഞതിൻ്റെ മറ്റൊരു തലത്തിലുള്ള വിശദീകരണം പറഞ്ഞു. കൃതയുഗത്തിൽ ധർമ്മത്തിൻ്റെ 4 പാദങ്ങളും നിലനിൽക്കും. ഇതൊക്കെയാണ് സത്യം, ദാനം, തപസ്, ദയ. സത്യം, ദയ, തപോ, ദാനം ഇതി പാതാ വിഭോർ നൃപ. ഈ 4 കാലുകളിൽ ഓരോ യുഗം കഴിയുന്തോറും അതിൻ്റെ 4-1 ഭാഗം ക്ഷയിച്ചു പോകുമെന്നാണ്. ഏതെങ്കിലും ഒരു കാല് നഷ്ടപ്പെടുമെന്നല്ല.
ഈ നാലും ചേർന്ന് കൊണ്ടുള്ള അതിൻ്റെ ആ സഞ്ചാരത്തിന്, അതിൻ്റെ ജീവിതത്തിന് ചെറിയൊരു ക്ഷയം സംഭവിക്കുന്നുണ്ട്. അപ്പം സത്യവും ദയയും തപസ്സും ദാനവും ത്രേതായുഗമാകുമ്പോഴേക്കും ഇതിൻ്റെയൊക്കെ മുക്കാൽ ഭാഗം മാത്രമേ ഉണ്ടാവുള്ളൂ, കാൽഭാഗം നഷ്ടപ്പെട്ടു പോകും എന്നാണ്. ഏതായാലും കൃതയുഗത്തിൽ എല്ലാവരും സംതൃപ്തന്മാരായിരിക്കും, കാരുണ്യമുള്ളവരായിരിക്കും, പരസ്പര മൈത്രീഭാവം ഉള്ളവരായിരിക്കും, ഇന്ദ്രനിഗ്രഹം ഉള്ളവരായിരിക്കും, ക്ഷമാശീലം തിദിക്ഷയുള്ളവരായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. ആത്മാരാമാഹ സമദൃശഃ പ്രായശ്രമണ ജനാഹ, ആത്മാരാമന്മാരായിരിക്കും. ജീവിത സുഖത്തിന് വേണ്ടിയിട്ട് ബാഹ്യമായ ഇന്ദ്രിയങ്ങളെ കെട്ടഴിച്ച് വിടുന്നവരായിരിക്കില്ല. കണ്ണടച്ച് ഉള്ളിലേക്ക് പോയാൽ ആവൃത്തചക്ഷുഹു അമൃതത്വമിച്ഛൻ, ആവൃത്തചക്ഷുവായിട്ട് ഇന്ദ്രിയങ്ങളെ പുറത്തേക്ക് തുറന്നു വിടാതെ അടച്ചിട്ട് അകത്തേക്ക് നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അവിടെയാണ് സുഖസ്വരൂപനായ ഭഗവാനുള്ളത്. നിത്യമായ ആനന്ദം ഇതിനകത്താണ്. പുറത്ത് കാണുന്ന ആനന്ദമൊക്കെ എന്താണ്? അത് ക്ഷണികമാണ്, വെറും കെട്ടുകാഴ്ചകളാണ് എന്ന് ബോധ്യപ്പെട്ട ആളുകളായിരിക്കും പ്രായശഃ കൂടുതലായിട്ടും കൃതയുഗത്തിലുണ്ടാവുക എന്ന് പറഞ്ഞിരിക്കുന്നു. അത് കഴിഞ്ഞ് ത്രേതായുഗം വരുമ്പോഴോ ധർമ്മപാദാനാം തുര്യാംശോ ഹീയത്തെ ശനൈഹി, മെല്ലെ 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 അതിൻ്റെ 1/4 ഭാഗം ക്ഷയിച്ചു പോകും ഈ 4 ഗുണങ്ങളുടെയും. അപ്പോൾ ആളുകൾ തഥാ ക്രിയാതപോനിഷ്ഠാഹ നാതിഹിംസ്രാഹ നലംപടാഹ. കൃതയുഗത്തെ എല്ലാവരും തപസ് ചെയ്യുന്നവരായിരുന്നുവെങ്കിൽ ത്രേതായുഗം ആകുമ്പോഴേക്കും ക്രിയാതപോനിഷ്ഠാഹ, ആ തപോനിഷ്ഠകളൊക്കെ ക്രിയാപരമായിരിക്കും. പടിഞ്ഞിരുന്ന് കൈകളൊക്കെ ഉത്സംഗത്തിൽ വെച്ച് മൂക്കൊക്കെ പിടിച്ച കണ്ണൊക്കെ അടച്ചിട്ട് അങ്ങനെ ഇരിക്കും. ഞാൻ 3 മണിക്കൂർ കണ്ണടച്ചിരുന്നു എന്ന് അഭിമാനിക്കും. അതാ തപസ്സിൽ പ്രാധാന്യം അതിനാകും. അല്ലെങ്കിൽ അങ്ങനെയുള്ള ക്രിയകൾ, അല്ലെങ്കിൽ വ്രതങ്ങളെടുക്കുക, ഉപവാസം എടുക്കുക, പലതരത്തിലുള്ള ക്രിയാകലാപങ്ങളെയും തപസ്സാക്കിയിട്ട് അതാണ് തപസ് എന്നുള്ള രീതിയിലേക്ക് തപസ്സിൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരും. വാസ്തവത്തിൽ തപസ് എന്ന് പറയുന്നത് നമ്മുടെ മനസ്സുകൊണ്ട് ചെയ്യേണ്ടതാണ്, അന്ധകരണം കൊണ്ട് ചെയ്യേണ്ടതാണ്. അതായത് അന്ധകരണത്തിൻ്റെ പ്രവർത്തികളെ ഇല്ലായ്മ ചെയ്യുക, അതിനെ ശാന്തമാക്കി വെക്കുക, മനസ്സിനെ നിശ്ചലമാക്കി വെക്കുന്നതിനെയാണ് തപസ് എന്ന് പറയുന്നത്. അത് മാറിയിട്ട് മനസ്സിനെ ഏതെങ്കിലും തരത്തിൽ ഏകാഗ്രമാക്കാൻ വേണ്ടിയിട്ടുള്ള നിരവധി കർമ്മകലാപങ്ങളെ അനുഷ്ഠിക്കുന്നത് തപസ്സാണ് എന്ന രീതിയിലേക്ക് അതിൻ്റെ സ്വഭാവം മാറും. വലിയ ഹിംസകൾ ചെയ്യാതെ അതിഹിംസ്രാഹ, പൂർണ്ണമായിട്ടും അഹിംസാവാദികളല്ലെങ്കിലും വലിയ വലിയ അതിര് കടന്ന ഹിംസകൾ അവർ ചെയ്യുകയില്ല. വലിയ ലംബടന്മാരായിരിക്കുകയില്ല, അതികാമന്മാരായിരിക്കുകയില്ല. ത്രൈവർഗിക സ്ത്രീവൃദ്ധാഹ, വൈദികമായ കർമ്മങ്ങളെ ചെയ്യുന്നവരും അത് പഠിച്ചവരുമായിരിക്കും. വർണ്ണാഹ ബ്രഹ്മോത്തര നൃപ, കൂടുതൽ ആളുകളും ബ്രാഹ്മണരായിരിക്കും ത്രേതായുഗത്തിൽ. കൃതയുഗത്തിൽ എല്ലാവരും ആത്മാരാമന്മാരായതുകൊണ്ട് അവിടെ വർണ്ണം, ചാതുർവർണ്ണത്തിന് പ്രസക്തി ഉണ്ടാവുകയില്ല. അവിടെ ദണ്ഡിനും ദണ്ഡനീതിയും ദണ്ഡധാരിയും ഉണ്ടാവില്ല. രാജാവ് ന രാജ്യം നച രാജാസീത് ന ദണ്ഡോ നച ദാണ്ഡികാഹ, മഹാഭാരതത്തിൽ പറയുന്നുണ്ട്. ധർമ്മേണൈവ പ്രജാ സർവാഹ രക്ഷന്തി സ്മ പരസ്പരം. ധർമ്മം കൊണ്ട് ജനങ്ങൾ പരസ്പരം രക്ഷിക്കുന്നത് കൊണ്ട് ശിക്ഷ ഏറ്റുവാങ്ങുന്നവരും ശിക്ഷ കൊടുക്കുന്നവരും ശിക്ഷാനീതിയും ആവശ്യം വരില്ല കൃതയുഗത്തിൻ്റെ ആരംഭത്തിൽ നിന്നാണ്. അപ്പോൾ അവിടെ കൂടുതൽ ആളുകളും സത്കർമ്മം ചെയ്യുന്നവരും സദ്ഗുണമുള്ളവരും ആയതുകൊണ്ട് ഭൂരിഭാഗം ആളുകളും ബ്രാഹ്മണരായിരിക്കും എന്ന് പറഞ്ഞിരിക്കുന്നു. ബ്രാഹ്മണൻ്റെ ഗുണങ്ങളെക്കുറിച്ച് ഭാഗവതം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് കർമ്മങ്ങളും ഗുണങ്ങളുമൊക്കെ. അങ്ങനെ ക്രമേണ ദ്വാപരയുഗം വന്നു. തപസ്സത്യ ദയാദാനേഷു അർദ്ധം ഹ്രസതി ദ്വാപരയുഗം ആകുമ്പോഴേക്കും ഈ പറഞ്ഞ തപസ്, ദാനം, ദയ, സത്യം മുതലായ ഗുണങ്ങൾ പകുതിയായിട്ട് ചുരുങ്ങി. എന്നിട്ടോ ഹിംസാതുഷ്ടി അനുരതദ്വേഷൈ ധർമ്മസ്യാധർമ്മലക്ഷണൈ, അധർമ്മലക്ഷണങ്ങളെ കൊണ്ട് ധർമ്മത്തെ ഇല്ലാതാക്കും. ഹിംസയിൽ ആളുകൾക്ക് താല്പര്യം വരും, സംതൃപ്തി കുറഞ്ഞു വരും, കള്ളത്തരം കൂടി വരും. ഇങ്ങനെയുള്ള ദോഷങ്ങൾ ഈ ദ്വാപരയുഗത്തിൽ കൂടുതലായിട്ട് കാണപ്പെടും. ആളുകൾ യശസ്സ് സമ്പാദിക്കുന്നവരായിരിക്കും, യാഗാദി കർമ്മങ്ങളിൽ വളരെയധികം നൈപുണ്യമുള്ളവരായിരിക്കും, ധനമുള്ളവരായിരിക്കും, കുടുംബം ഉണ്ടാക്കിയിട്ട് നല്ല കുടുംബജീവിതം നയിക്കുന്നവരായിരിക്കും, സന്തോഷമുള്ളവരായിരിക്കും. വർണ്ണാഹ ക്ഷത്രദ്വിജോത്തരാഹ, ദ്വാപരയുഗത്തിൽ ബ്രാഹ്മണരും ക്ഷത്രിയന്മാരുമായിരിക്കും എണ്ണത്തിൽ ജനസംഖ്യയിൽ കൂടുതൽ ഉണ്ടാവുക. അതുകൊണ്ട് ഈ ദ്വാപരയുഗം അല്ലെങ്കിൽ കലിയുഗം തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പൗരാണിക കാലത്ത് ഒരുപാട് ഈ ജാതീയമായിട്ടുള്ള ചൂഷണം ഉണ്ടായി എന്ന്
സാധിക്കില്ല. കാരണം ശൂദ്രന്മാരുടെ എണ്ണം വളരെ കുറവായിരുന്നു. ത്രേതായുഗത്തിലെ ബ്രാഹ്മണരായിരുന്നു ജനസംഖ്യയിൽ കൂടുതൽ. ദ്വാപരയുഗം വന്നപ്പോഴേക്കും ക്ഷത്രിയന്മാരും ബ്രാഹ്മണരുമാണ് ജനസംഖ്യ കൂടുതലുണ്ടായിരുന്നത്. വൈശ്യന്മാരും ശൂദ്രന്മാരും എണ്ണത്തിൽ കുറവായിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ നാലാമത്തെ യുഗം വരുമ്പോൾ കലോ തു ധർമ്മഹേതൂനാം തുര്യാംശോ ധർമ്മഹേതുഭിഹി. ഈ പറഞ്ഞ സത്യം, ദയ, ദാനം, തപസ്, ഈ 4 ഗുണങ്ങൾ കലിയുഗം വരുമ്പോഴേക്കും 4-1 ചുരുങ്ങും. അപ്പോൾ ആളുകളുടെ ദുഷ്ടത വർദ്ധിക്കും, ഹിംസാ ഭാവന വർദ്ധിക്കും, മനസ്സിൻ്റെ സംതൃപ്തി വളരെയധികം കുറയും, ദ്വേഷം വളരെ കൂടും, പരസ്പര ശത്രുത വർദ്ധിക്കും. തസ്മിൻ ലുബ്ധാഹ ദുരാചാരാഹ നിർദ്ദയാഹ ശുഷ്കവൈരിണഃ ദുർഭഗാഹ. നേരത്തെ സ്വാമിജി ഇവിടെ അവതരിപ്പിച്ചു, തൊട്ട് മുമ്പുള്ള അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട് കലിയുഗത്തിൽ എന്തൊക്കെയാണ് ജനങ്ങൾ കാണിച്ചു കൂട്ടുക എന്ന കാര്യം. അപ്പോൾ ഇവിടെ ഈ കലിയുഗം വരുന്നതോടുകൂടി കലിയുഗത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും എന്താകും എന്നുള്ളത് അവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ കലിയുഗം തുടങ്ങിയതേ ഉള്ളൂ. 4,32,000 വർഷമാണ് കലിയുഗം. അതിൻ്റെ 5,100 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ, പരിഭ്രമിക്കാറായിട്ടില്ല. ഇനി ഒരു 3,27,000 വർഷങ്ങൾ ഇനി ബാക്കിയുണ്ട്. ഇനിയും മനുഷ്യൻ അധപ്പതിക്കാൻ ഇനിയും അവസരമുണ്ട് എന്നർത്ഥം. എങ്ങോട്ടാണ് ഇനി അധപ്പതിക്കുന്നതെന്ന് പറയാൻ സാധിക്കില്ല. ഏതായാലും അത്രയും ദീർഘമായ കാലയളവ് ബാക്കിയിരിക്കുമ്പോൾ ഈ ഭാഗവതത്തിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ ശിഷ്ണോദരതൃപാജനാഹ, ഭക്ഷണം അതുപോലെ ലൈംഗിക വേഴ്ച, ഇത് മാത്രമായിട്ട് മാറും. സയൻസിൽ ഒരു ഈ പരിണാമത്തിൻ്റെ ഒരു നിയമം പറയുന്നുണ്ട്. നമ്മുടെ ഈ ഡാർവിനെ പോലെയുള്ള ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞ നിയമം എന്താണെന്ന് വെച്ചാൽ, ഏത് ശരീരമാണോ ജീവജാലങ്ങൾ അധികം ഉപയോഗിക്കാത്തത്, ഏത് അവയവമാണോ ഉപയോഗിക്കാത്തത്, ആ അവയവം കുറഞ്ഞു വരും. ലാമാർക്ക് എന്നാണ് ശാസ്ത്രജ്ഞൻ്റെ പേര്. അപ്പോൾ ലാമാർക്കിൻ്റെ തിയറി എന്താണെന്ന് വെച്ചാൽ, ഉപയോഗിക്കാത്ത അവയവത്തിൻ്റെ വലിപ്പം കുറഞ്ഞു വന്ന് അവസാനം അതില്ലാതെയാകും. അങ്ങനെയാണ് മനുഷ്യന് വാലില്ലാതായതെന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. വാലിന് അധികം ഉപയോഗിക്കാതെ വരുമ്പോൾ അത് കുറഞ്ഞു പോകും. അതുപോലെ മനുഷ്യൻ ആ ലാമാർക്കിൻ്റെ സിദ്ധാന്തം ശരിയാണെങ്കിൽ ആലോചിച്ച് നോക്കൂ, കലിയുഗത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഒരു വയറ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതാണ് വയറും ലൈംഗിക അവയവും മാത്രമുള്ള ഒരു ജീവിയായിട്ട് മാറിയിട്ട് ഉരുണ്ട് പോകേണ്ടി വരും. അന്ന് നമ്മുടെ കാരണം നമുക്ക് നടക്കേണ്ടി വരില്ല. നമുക്ക് വാഹനമുണ്ട്, വീട്ടിനകത്തേക്ക് വണ്ടി വരും, അതിനകത്ത് ഉരുണ്ട് വണ്ടിക്കകത്ത് കയറുക, അവിടുന്ന് നമ്മുടെ വാഹനം നമ്മുടെ ഓഫീസിലേക്ക് ഉണ്ടാക്കും, അവിടുന്ന് ഉരുണ്ട് ഓഫീസിലേക്ക് ഇറങ്ങുക, അങ്ങനെ ചെറിയൊരു ഉരുളിൽ മാത്രമേ വേണ്ടി വരുള്ളൂ. അത് സത്യമാകാതിരിക്കട്ടെ, ആ സിദ്ധാന്തം പിന്നീട് വന്ന ആളുകളൊക്കെ അതങ്ങനെ അല്ല എന്നൊക്കെ സ്ഥാപിച്ചിട്ടൊക്കെ ഉണ്ട്. ഏതായാലും രസകരമായൊരു സിദ്ധാന്തമാണ്. അപ്പോൾ ഏതായാലും കലിയുഗത്തിൻ്റെ അവസാനം ആകുമ്പോഴേക്കും ഇങ്ങനൊരു ശിഷ്ണോത്തര തപന്മാരായിട്ട് മാറും മനുഷ്യർ എന്നുള്ളത് ഭാഗവതം നമുക്ക് നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. അപ്പോൾ ആ കലിയുഗത്തിൻ്റെ അവസാനത്തിൽ പിന്നീടൊരു കൃതയുഗം വരുമ്പോഴേക്കും വീണ്ടും മാറി വന്ന് ആളുകളുടെ ലോഭവും കാമവും ക്രോധവും ലോഭവും ഒക്കെ കുറഞ്ഞു വന്ന് ആളുകൾ മെല്ലെ ആ ധർമ്മത്തിൻ്റെ മാർഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങും. അങ്ങനെ ഒരു നല്ല കാലം കൃതയുഗം വന്നു ചേരും. ഇങ്ങനെ ഈ ഓരോ യുഗങ്ങളിലും ധർമ്മത്തിൻ്റെ അളവിൽ കുറവ് സംഭവിച്ചുകൊണ്ടേയിരിക്കും, നിരന്തരമായി കുറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നീട് ആ ധർമ്മത്തിൽ വീണ്ടും ഉത്കർഷമുണ്ടാകും. ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ ഉയർച്ചയിലും താഴ്ചയിലും ഭഗവാൻ ചില സന്ദർഭങ്ങൾ നേരിട്ട് വന്ന് താൻ സൃഷ്ടിച്ചതായ ആ പ്രപഞ്ചത്തിൻ്റെ ആ ഒരു റിപ്പയറിങ് ചെയ്യാൻ വേണ്ടി ഭഗവാൻ തന്നെ നേരിട്ട് വരും. അല്ലാതെ ഈ പ്രകൃതിത്തെ തന്നെ സ്വയം സന്തുലനം ഉണ്ടാക്കാനുള്ള ഒരു ഒരു മെക്കാനിസം ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പ്രകൃതിക്ക് തന്നെ പ്രപഞ്ചത്തിൽ തന്നെ സ്വയം അതിനെ നേരെയാക്കാനുള്ള ഒരു മെക്കാനിസമുണ്ട്. അതാണ് സത്വഗുണം, രജോഗുണം, തമോ ഗുണം. പക്ഷേ ചില സന്ദർഭങ്ങളിൽ നേരെയാകാതിരിക്കുമ്പോൾ അതിൻ്റെ നിർമ്മാതാവ് തന്നെ നേരിട്ട് വരും, അതിൻ്റെ കമ്പനി തന്നെ നേരിട്ട് വന്നിട്ട് റിപ്പയർ ചെയ്യുന്ന ഏർപ്പാടാണ് ഭഗവാന്റെ അവതാരങ്ങൾ. അങ്ങനെ കൃതയുഗത്തിലും ത്രേതായുഗത്തിലും ദ്വാപരയുഗത്തിലും ഭഗവാൻ നേരിട്ട് അവതാരങ്ങളെടുത്ത് വരും. കലിയുഗത്തിൽ ഭഗവാൻ ഛന്നനായിട്ട് വരും, ഛന്നക്കലവും. അതുകൊണ്ടാണ് ഭഗവാനെ ത്രിയുഗൻ എന്ന് പറയുന്നത്. അതൊക്കെ ആ പ്രഹ്ലാദ സ്തുതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഛന്നനായിട്ട് പ്രച്ഛന്നനായിട്ട് നേരിട്ടുള്ള അവതാരമാണെന്ന് തോന്നാത്ത രീതിയിലുള്ള ഏതെങ്കിലും മഹാത്മാക്കളായിട്ട്, മഹാപുരുഷന്മാരായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള മഹാപ്രസ്ഥാനങ്ങളായിട്ട് ഒക്കെ വന്ന് ഈ സാമൂഹ്യ പരിഷ്കരണവും
ലോകത്തിൽ മാറ്റങ്ങളും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വരുന്ന അനുഭവങ്ങൾ കലിയുഗത്തിൽ ധാരാളമായിട്ടുണ്ടായിട്ടുണ്ട്. അതൊക്കെ ഭഗവാന്റെ വിഭൂതിയായിട്ട് നമ്മൾ കണക്കാക്കണം. യദ്യത് വിഭൂതിമ സത്വം ശ്രീമദ് ഊർജിതമേവ തത്തദേവാവഗച്ഛത്വം മമ തേജോംശ സംഭവം എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. എവിടെയൊക്കെ വിഭൂതികൾ കാണുന്നോ, അമിതമായ തേജസ് കാണുന്നുണ്ടോ, പരാക്രമം കാണുന്നുണ്ടോ, ശക്തി കാണുന്നുണ്ടോ, അതൊക്കെ എൻ്റെ തേജസ്സിൻ്റെ അംശമാണെന്ന് കരുതിക്കോളൂ. അങ്ങനെയുള്ള ഭഗവാന്റെ തേജസ്സുകൾ, ഭഗവാന്റെ തേജസ്സിനെ വഹിക്കുന്നവരായ മഹാപുരുഷന്മാരും മഹാപ്രസ്ഥാനങ്ങളും ഒക്കെ തന്നെ ഈ കലിയുഗത്തിൽ വന്നിട്ട് നിരന്തരമായ പരിഷ്കരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടേയിരിക്കും. അതാണ് നമുക്ക് അല്പം ഇപ്പോൾ ധർമ്മം നിലനിൽക്കുന്നത്. ഏതായാലും ഈ കലിയുഗത്തിൻ്റെ ഓരോ ഘട്ടങ്ങൾ മുന്നോട്ട് പോകുന്തോറും ആളുകൾ കള്ളം പറയുന്നവരായിട്ടും സത്യസന്ധത ഇല്ലാത്തവരായിട്ടും മഹാകാമികളായിട്ടും ആസുരിക സ്വഭാവമുള്ളവരായിട്ടും മാറും. രാജാക്കന്മാർ രാജാനച്ച പ്രജാഭക്ഷാഹ ശിഷ്ണോദരത പരാജുജാഹ ഔവ്രത വടവ ഓശൗച്ച ഭിക്ഷവച്ച കുടുംബിനഹ. രാജാക്കന്മാരൊക്കെ പ്രജകളെ പിടിച്ച് തിന്നുന്നവരായിട്ടും ബ്രാഹ്മണർ വയറിനെയും ലൈംഗികാവയവത്തെ മാത്രം സംരക്ഷിക്കുന്നവരായിട്ടും വടുക്കൾ ബ്രഹ്മചാരികൾ വ്രതങ്ങളെ ഉപേക്ഷിച്ചവരായിട്ടും അതുപോലെ ഭിക്ഷുക്കളൊക്കെ തന്നെ ശരീരശുദ്ധിയും മനഃശുദ്ധിയും ഇല്ലാത്തവരായിട്ടും ഇങ്ങനെയൊക്കെ ആളുകൾ ജീവിക്കും. തപസ് ചെയ്യുന്ന ആളുകൾ ഗ്രാമങ്ങളിൽ വസിച്ചുകൊണ്ട് സമൃദ്ധമായ സ്ഥലങ്ങളിൽ ഒക്കെ ജീവിക്കുന്നവരായിട്ട് മാറും തപസ്സുകൾ. തപസ് ചെയ്യണമെങ്കിൽ എയർ കണ്ടീഷൻ ചെയ്ത മുറിയിൽ നിന്ന് മാത്രമേ തപസ് ചെയ്യാൻ പറ്റുള്ളൂ എന്നവരും തപസ് ചെയ്യുന്ന ആളുകൾക്ക്. ന്യാസിനഹ അർത്ഥലോലുപാഹ. സന്യാസധർമ്മം സ്വീകരിക്കുന്ന ആളുകൾ ധനത്തിന് വേണ്ടി പരസ്പരം അടിപിടി കൂടുന്നവരും കേസ് കൊടുക്കുന്നവരും വ്യവഹാരങ്ങൾ ചെയ്യുന്നവരുമായിട്ട് സന്യാസധർമ്മം പോലും ദുഷിച്ചു പോകും. ഹ്രസ്വകായാഹ. മനുഷ്യരുടെ ശരീരത്തിൻ്റെ വലുപ്പം കുറഞ്ഞു വരും. പിന്നെയോ ഹ്രസ്വകായാഹ മഹാഹാരാഹ. ആഹാരം നന്നായിട്ട് കഴിക്കുകയും കോട്ടയം അയ്യപ്പാസ പോലെ ഇരിക്കുകയും ചെയ്യും. കണ്ട ആൾ വളരെ ചെറുതായിരിക്കും. തീറ്റ നന്നായിട്ട് ചെയ്യേണ്ടി വരും. ഇങ്ങനെയുള്ള ആളുകളായിട്ട് മനുഷ്യന്മാരുടെ രൂപത്തിലും മാറ്റം വരും എന്ന് പറയുന്നത്. ഭൂര്യപത്യാഹ ഗതഹ്രിയ. ധാരാളം പത്നിമാരുണ്ടാകും, ലജ്ജ തീരെ ഉണ്ടാവുകയില്ല. അപ്പോൾ എന്തായി മാറും? അപ്പോൾ ഇന്ന് കാണുന്നതായ കുറേ അധാർമികമായ കാര്യങ്ങളുടെ വലിയ വളർച്ച ഇനിയും ഉണ്ടാകും. അത്തരം കാര്യങ്ങൾക്ക് എങ്ങനെയാണ് യഥാ വാനരജാതേഹേ എന്നൊക്കെ ഭാഗവതത്തിൽ മറ്റ് സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വാനരന്മാരെ പോലെ, കുരങ്ങന്മാരെ പോലെ, മൃഗങ്ങളെ പോലെ യഥേഷ്ടം ഇണചേരുന്ന ജീവികളായിട്ട്, മൃഗങ്ങളായിട്ട് മനുഷ്യൻ അധപ്പതിക്കും എന്നാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കുന്നത്. അതുപോലെ സ്ത്രീകൾക്കൊക്കെ അധപ്പതനം വരും. ശശുൽ കടുകഭാഷിണ്യ ചൗര്യമായോരു സാഹസാഹ പണേഷ്യന്തി വൈ ക്ഷുദ്രാഹ കിരാടാഹ കൂടകാരിണഹ. എല്ലാവരെയും വെറുപ്പിക്കുന്നതായ, വേദനിപ്പിക്കുന്നതായ വാക്കുകൾ പറയുന്നവരും, കള്ളം തരം കാണിക്കുന്നവരും, അനാവശ്യ കാര്യങ്ങൾ സാഹസം കാണിക്കുന്നവരും, ആപദ്ധർമ്മമല്ലാതെ തന്നെ നികൃഷ്ടമായ കർമ്മങ്ങൾ ചെയ്യുന്നവരായിട്ടും സ്ത്രീകൾ പതിം ത്യക്ഷന്തി നിർദ്രവ്യം ഭൃത്യ അപ്യഖിലോത്തമം. സ്ത്രീകൾ ധനമില്ലാത്ത ഭർത്താവിനെ ഉപേക്ഷിക്കുന്നവരായിട്ടും ഭൃത്യന്മാർ യജമാനന് കാശില്ലാണ്ടിരിക്കുമ്പോൾ യജമാനെ ഉപേക്ഷിക്കുന്നവരായിട്ടും ഭൃത്തിനെ ഒന്നിനും കൊള്ളില്ലെന്ന് കാണുന്ന സമയത്ത് രോഗം ശൈലിയിലാവുന്ന സമയത്ത് യജമാനൻ ഭൃത്തിനെ ഉപേക്ഷിക്കുന്നതായിട്ടും ഒക്കെ കാണും എന്ന് പറഞ്ഞു. ഇങ്ങനെ കുടുംബം അധപ്പതിക്കും, സമൂഹം അധപ്പതിക്കും, രാഷ്ട്രം അധപ്പതിക്കും. എല്ലാ തരത്തിലും ഈ അധപ്പതനം വ്യാപിച്ചു നിൽക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷേ ധർമ്മത്തെക്കുറിച്ച് ആളുകൾ പ്രസംഗിക്കും. ഞാൻ ധർമ്മിഷ്ഠനാണ് എന്ന് പറയും, ധർമ്മിഷ്ഠനായിട്ട് നടിക്കും. ബ്രാഹ്മണനാണെന്ന് നടിക്കും, ബ്രാഹ്മണ്യം ഉണ്ടാവുകയില്ല. ധർമ്മിഷ്ഠനാണെന്ന് നടിക്കും, പക്ഷേ ധർമ്മം അടുത്തുകൂടി പോയിട്ടുണ്ടാവില്ല. ഇങ്ങനെ ലോകത്തിൽ ധർമ്മത്തിനും അതുപോലെ സത്യസന്ധതയ്ക്കും ഒക്കെ തന്നെ വലിയ നാശം നേരിടുകയും അതിനനുസരിച്ച് തന്നെ ഈ പ്രകൃതിയിൽ വേണ്ടത്ര ഒന്നും ഉണ്ടാവുകയില്ല. ഭക്ഷണം കഴിക്കാൻ നിരന്നേ ഭൂതലേ രാജൻ അനാവൃഷ്ടി ഭയാതുരാഹ. കഴിക്കാൻ ഇവിടെ അന്നം ഉണ്ടാവുകയില്ല. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും തിന്നിട്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ. ഭക്ഷണം കഴിക്കണമെങ്കിൽ ഈ യന്ത്രങ്ങളെ കൊണ്ട് നമുക്ക് ഊട്ടാൻ പറ്റില്ല. അതുകൊണ്ട് അതിനു വേണ്ടിയിട്ട് നമ്മൾ ഈ ഭൂമി ഫലഭൂയിഷ്ഠമായിരിക്കണം. അവിടെ ആ മണ്ണിലിറങ്ങി പണിയെടുക്കുന്ന ആളുകളുണ്ടാകണം. അതില്ലാതാകുമ്പോൾ ഇവിടെ മഴ പെയ്യാതെയാകും. അപ്പോൾ ധനധാന്യ സമൃദ്ധി ഇല്ലാതെയാകും. ധനധാന്യങ്ങൾ നമുക്ക് കിട്ടാത്ത അവസ്ഥ വരും. വാസം അന്നപാന
ശയന വ്യമായ സ്നാനഭൂഷണൈ ഹീനാഹ. ഒടുവിൽ ഭക്ഷണം കഴിക്കില്ല, വസ്ത്രം ധരിക്കാനുണ്ടാവുകയില്ല, സ്നാനം ചെയ്യാൻ പറ്റില്ല, വെള്ളം കുടിക്കാൻ പറ്റില്ല, ലൈംഗിക ധർമ്മവും ചെയ്യാൻ പറ്റാത്തവരായിട്ട് മാറി. പിശാച സന്ദർശാ ഭവിഷ്യന്തി കലോപ്രജ. എല്ലാവരും പിശാചുക്കളായിട്ട് മാറും. അപ്പോൾ പിന്നെ പൈശാചികമായ നരഹത്യ എന്നൊന്നും പറയേണ്ടി വരില്ല. നമ്മുടെ പത്രക്കാർക്ക് ചില വാക്കുകളുണ്ട്, പൈശാചികമായിട്ട് കൊന്നു, ദാരുണമായ അന്ത്യം എന്നൊക്കെ പറയും. ഒരാൾ ദാരുണം എന്ന് വെച്ചാൽ എന്താ? ഭയാനകം എന്നാണ് അല്ലേ? ഭയം ഉണ്ടാക്കുന്നതാണ് ദാരുണം. പക്ഷെ ഒരാൾ അപകടത്തിൽ മരിച്ചാൽ ദാരുണമായ മരണം എന്ന് പറയും. ആ വാക്കിന് അർത്ഥം അറിഞ്ഞിട്ടില്ല. അതുപോലെ എല്ലാവരും പിശാചുക്കളായി മാറിക്കഴിഞ്ഞാൽ പിന്നെ പൈശാചികത എന്ന വാക്കൊക്കെ പിന്നെ അപ്രത്യക്ഷമാകും. അങ്ങനെ മനുഷ്യരുടെ അധപ്പതനം പൂർത്തിയാകും. പക്ഷേ മഹാരാജാവേ, അവിടെയും പ്രതീക്ഷയുടെ ഒരു കണികയുണ്ട്. കലോന്നരാജൻ ജഗതാം പരം ഗുരുഹു ത്രൈലോക്യനാഥാനത പാദപങ്കജം പ്രായേണമർത്യ ഭഗവന്ത അച്യുതം യക്ഷ്യന്തി പാഖണ്ഡ വിഭിന്ന ചേതസഹ. ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്നവർ അന്നും കുറച്ചെങ്കിലും ബാക്കിയുണ്ടാകും. ജഗതാം പരം ഗുരും, ജഗത്തിന് ജ്ഞാനപ്രകാശം നൽകുന്നവനായ ആ അച്യുതനായിരിക്കുന്ന ഭഗവാൻ, ആ ഭഗവാനെ ആളുകൾ സാധാരണഗതിയിൽ ഭജിക്കുകയില്ല, ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുകയില്ല. കാരണം ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിച്ചാൽ ഭഗവാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ എന്നെ ഭജിക്കുന്ന ആളുകളുടെ ധനം ആദ്യം ഞാൻ കുറച്ച് കവർന്നെടുക്കും, കുറച്ച് ദുഃഖം കൊടുക്കും. അപ്പോൾ അദ്ദേഹത്തെ ആളുകൾ, ബന്ധുക്കളൊക്കെ ഉപേക്ഷിക്കും. അപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നിയിട്ട് എന്നെ തന്നെ ഭജിക്കൂ എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പക്ഷേ അങ്ങനെ വരുമ്പോൾ കലിയുഗത്തിലെ ഭക്തന്മാരെ കുറച്ച് സൂത്രമുള്ളവരായിരിക്കും. ആദ്യമേ തന്നെ ഭഗവാൻ ധനമൊന്നും തരുന്നില്ലെങ്കിൽ ഭഗവാനെ ഭജിക്കില്ല. അപ്പോൾ കലിയുഗത്തിൽ സ്വാഭാവികമായിട്ടും അങ്ങനെയുള്ള ശുദ്ധ സത്വേകമൂർത്തിയായിരിക്കുന്ന ശ്രീകൃഷ്ണ ഭഗവാനെ ഭജിക്കുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു വരും. പക്ഷെ ആ ഭഗവാന്റെ നാമസങ്കീർത്തനം കൊണ്ട് മാത്രം മ്രിയമാണ ആതുര പതൻ സ്ഖലൻ വാ വിവശോ ഗൃണൻ പുമാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ നാമങ്ങൾ കാലിടറുന്ന സമയത്തോ വീഴുമ്പോഴോ അസുഖം വരുന്ന സമയത്തോ അവശനായിട്ടോ ഒക്കെ തന്നെ ആ നാമസങ്കീർത്തനം അറിഞ്ഞോ അറിയാതെയോ നമ്മുടെ നാവിൻ തുമ്പത്ത് വരികയാണെങ്കിൽ തന്നെ ആ ഭഗവാൻ നമ്മുടെ സകല പാപങ്ങളെയും പുറത്ത് നമ്മുടെ മനസ്സിനെ ശുദ്ധീകരിച്ച് മോക്ഷത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും എന്നാണ്. ആ നാമസങ്കീർത്തനമല്ലാതെ ജ്ഞാനം കൊണ്ടോ തപസ് കൊണ്ടോ പ്രാണായാമങ്ങളെ കൊണ്ടോ മറ്റു തീർത്ഥാടനം കൊണ്ടോ ദാനം കൊണ്ടോ വ്രതം കൊണ്ടോ മന്ത്രോപാസന കൊണ്ടോ ചിത്തശുദ്ധി കൈവരികയില്ല എന്ന കാര്യം പറഞ്ഞ് മറ്റു യുഗങ്ങൾ 3 യുഗങ്ങളിലേക്കാളും കലിയുഗത്തിൽ ദോഷങ്ങൾ കലേഹേ ദോഷനിധേഹേ ദോഷനിധിയാണെങ്കിലും ആ കലിയുഗത്തിൻ്റെ ഒരു മഹാത്മ്യം എന്താണ്? കലോ തത് ഹരികീർത്തന കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗപരം വ്രജേത്. ശ്രീകൃഷ്ണ കീർത്തനങ്ങളെ കൊണ്ട് തന്നെ ആളുകൾക്ക് ആ ജീവൻ മുക്തി കൈവരും, മോക്ഷം കൈവരും എന്നുള്ള ഒരു ഗുണം അസ്തി ഹേഗോ മഹാൻ ഗുണ. ആ ഗുണത്തെ എടുത്തു പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ നാമസങ്കീർത്തനമാണ് കലിയുഗത്തിൽ നമുക്ക് രക്ഷ നേടാനുള്ള മോചന മാർഗമെന്ന് ശ്രീശുക ബ്രഹ്മർഷി അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വണ്ണം അവിടെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആ അധ്യായം അവിടെ ഉപസംഹരിക്കുന്നത്. എന്നെ ശ്രവിച്ച എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം, നന്ദി. സർവേപി സുഖനഃസന്തു സർവേ സന്തു നിരാമയാഃ സർവേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി ശാന്തി.